എത്രയും ദയുള്ള മാതാവേ, നിന്റെ സങ്കേതത്തിലോടി വന്ന് നിന്റെ സഹായം തേടി നിന്റെ മധ്യസ്ഥ അപേക്ഷിച്ചവരിൽ ഒരുവനെങ്കിലും നീ ഉപേക്ഷിച്ചാൽ ലോകത്തിൽ കേൾക്കട്ടില്ല എന്ന് ഓർക്കണമേ. കന്യകളുടെ രാജ്ഞ കന്യകെ, ദയുള്ള മാതാവേ, വിശ്വാസത്താൽ ധൈര്യപ്പെട്ട് നിന്റെ തൃപ്പാദത്തിൽ ഞാൻ അണയുന്നു. വിലപിച്ച കണ്ണീർ സഞ്ജീവാവിയ ഞാൻ നിന്റെ ദയുടെ ആധിക്യത്തെ കാത്തുകൊണ്ട് അങ്ങേ സന്നിധിയിൽ നിൽക്കുന്നു. അവതരിച്ച അവതരണത്തിൽ മാതാവേ, എന്റെ അപേക്ഷ ഉപേക്ഷിക്കാതെ ദയാപൂർവം കേട്ടുള്ളണമേ. ആമേൻ. സ്നേഹപിതാവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രനായ ഈശോ മിശിഹാ ഞങ്ങൾക്ക് നേടിത്തന്ന രക്ഷയുടെ സ്വാതന്ത്ര്യവും ദൈവരാജ്യ അനുഭവവും മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുവാൻ ഞങ്ങളെ തെരഞ്ഞെടുത്തതിനെ ഓർത്ത് അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. ലോകമെമ്പാടുമുള്ള മിശിഹ കുടുംബത്തെയും എല്ലാ ഉപകാരികളെയും ആത്മീയ വരങ്ങളാലും ഭൗതിക വരങ്ങളാലും നിറയ്ക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മിശിഹ ടീം നയിക്കുന്ന വിവിധ കോഴ്സുകളെയും ജീവകാരുണ്യ പ്രവർത്തനങ്ങളെയും അവിടുന്ന് ആശീർവദിക്കണമേ. സഭയുടെ ദൗത്യമായ സുവിശേഷ പ്രഘോഷണം ഹൃദയത്തിലേറ്റുന്ന തീക്ഷ്ണമതികളായ ധാരാളം മിഷണർമാരെ ഒരുക്കുവാൻ മിശിഹ ടീമിനെ സഹായിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മായ സർവേശ്വര. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പുതുവാണമേ, രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങൾ തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ സമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, അതിലെ പോലെ ഇപ്പോഴും എപ്പോഴും നീക്കും. ആമേൻ. ഈശോമിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. ഒരു നാളും പിരിയാതെ പരമപിതാവിന്റെ ആനന്ദ സ്നേഹം പെറ്റമ്മ മറന്നാലും ലോകം വെറുത്താലും പിരിയാത്ത ചഞ്ചല സ്നേഹധാര. ഒരു നാളും പിരിയാതെ തഴുകുന്ന പരമപിതാവിന്റെ ആനന്ദ സ്നേഹം പെറ്റമ്മ മറന്നാലും ലോകം വെറുത്താലും പിരിയാത്ത ചഞ്ചല സ്നേഹധാര. അബ്രഹാമിൻ ദൈവം, ഇസഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവമെൻ സ്നേഹബലം, വ്യവസ്ഥകളില്ലാത്ത സ്നേഹം, ആത്മാവിലാലും ദൈവസ്നേഹം. ഒരു നാളും പിരിയാതെ തഴുകുന്ന പരമപിതാവിന്റെ ആനന്ദ സ്നേഹം പെറ്റമ്മ മറന്നാലും ലോകം വെറുത്താലും പിരിയാത്ത ചഞ്ചല സ്നേഹധാര. മരുഭൂമിൽ ചൂടേറ്റു വാടിയിടും നേരത്ത് തണലേകും മേഘമായി മാറും സ്നേഹം. മരുഭൂമിൽ ചൂടേറ്റു വാടിയിടും നേരത്ത് മണലേകും മേഘമായി മാറും സ്നേഹം. മാടി വിളിച്ചെന്നെ മാറാടു ചേർത്തെന്നും കുളിർധാരയേകുന്ന ദൈവസ്നേഹം. മാടി വിളിച്ചെന്നെ മാറാടു ചേർത്തെന്നും കുളിർധാരയേകുന്ന ദൈവസ്നേഹം. അബ്രഹാമിൻ ദൈവം, ഇസഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവമെൻ സ്നേഹബലം, വ്യവസ്ഥകളില്ലാത്ത സ്നേഹം, ആത്മാവിലാഴുന്ന ദൈവസ്നേഹം. ഒരു നാളും പിരിയാതെ തഴുകുന്ന പരമപിതാവിന്റെ ആനന്ദ സ്നേഹം പെറ്റമ്മ മറന്നാലും ലോകം വെറുത്താലും പിരിയാത്ത ചഞ്ചല സ്നേഹധാര.
ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഹോസിയയുടെ പുസ്തകത്തിൽ നിന്നുള്ള വായന 11-ാം അധ്യായം 4-ാം വാക്യം. കരുണയുടെ കയർ പിടിച്ച് ഞാൻ അവരെ നയിച്ചു, സ്നേഹത്തിന്റെ കയർ തന്നെ. ഞാൻ അവർക്ക് താടിയലിൽ നിന്ന് നുകം അയച്ചു കൊടുക്കുന്നവനായി. ഞാൻ കുനിഞ്ഞ് അവർക്ക് ഭക്ഷണം നൽകി. നമ്മുടെ കർത്താവായ ഈശോ മിശിഹായ്ക്ക് സ്തുതി. ഈ തിരുവചനത്തിൽ ദൈവം നമ്മെ എത്രമാത്രം സ്നേഹിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. സ്വന്തം കുഞ്ഞിനെ അപ്പൻ സ്നേഹത്തോടെ പരിപാലിക്കുന്നു എന്നും വ്യക്തിപരമായി ഓരോ മക്കളുടെയും ആവശ്യങ്ങളെല്ലാം നടത്തി കൊടുക്കുന്ന നല്ല ഒരു അപ്പനായി നമുക്ക് ദൈവത്തെ കാണാൻ സാധിക്കുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവമേ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുകയും സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും നന്ദി പറയുകയും ചെയ്യുന്നു. ഞങ്ങളുടെ ഈ മിശിഹ കൂട്ടായ്മയെ അവിടുത്തെ സ്നേഹത്തിലും പരസ്പര ഐക്യത്തിലും ഒരു കുടുംബമായി വളരാനും ക്രിസ്തുവിന്റെ ഉത്തമ ശിഷ്യരും വിശുദ്ധരുമായ മിഷണറിമാരും ആകാനും അനുഗ്രഹിക്കണമേ. കാരുണ്യവാനായ ദൈവമേ, മിശിഹ കുടുംബത്തിലെ ആത്മീയ പിതാവും ചിക്കാഗോ രൂപതയുടെ മെത്രാനുമായ മാർ ജോയ് ആലപ്പാട്ട് പിതാവിനെയും ആനിമേറ്റർ റവറൻഡ് ഫാദർ അഗസ്റ്റിൻ മുണ്ടിയത്ത് അച്ഛനെയും ഈശോയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. ലോകത്തിന്റെ വിവിധ സ്ഥലങ്ങളിലായിരിക്കുന്ന ഞങ്ങളെ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടിയ അങ്ങയുടെ പരിപാലനയെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. മിസിയോ കൂട്ടായ്മയുടെ സ്ഥാപകയായ ആലീസ് കുട്ടി ചേച്ചിയെയും അവരുടെ എല്ലാ നിയോഗങ്ങളെയും ദൈവമേ അങ്ങ് അനുഗ്രഹിക്കണമേ. എല്ലാ മെന്റർമാരെയും ദൈവകരങ്ങളിൽ സമർപ്പിക്കുന്നു. കൂടുതൽ കരുത്തോടെ തിരുവചനം മറ്റുള്ളവരുമായി പങ്കുവെക്കാനുള്ള കൃപ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകണമേ. ഇന്നത്തെ നമ്മുടെ കൂട്ടായ്മയെ വിജയപ്രദമാക്കാൻ ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നു. സ്വയം വളരാനും മറ്റുള്ളവരെ വളർത്താനുള്ള കൃപ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകണമേ. അമ്മേ, മാതാവേ, സകല വിശുദ്ധന്മാരെ ഈ മിശിഹ കൂട്ടായ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും നാമത്തിൽ ആമേൻ. ക്രിസ്തുവിൽ സ്നേഹം നിറഞ്ഞവരെ, നിങ്ങൾ ലോകമെങ്ങും പോയി സുവിശേഷം പ്രസംഗിക്കുവിൻ എന്ന യേശുവിന്റെ കൽപ്പനയ്ക്കു വേണ്ടി ഓരോരുത്തരെയും ഒരുക്കുന്ന ഒരു കൂട്ടായ്മയാണല്ലോ മിസിയോ. ഈ മിസിയോ പ്രിലിംസിലെ 17ാമത്തെ ബാച്ചിലെ ആദ്യത്തെ നിത്യസത്യമായ ദൈവസ്നേഹം എന്ന വിഷയത്തെക്കുറിച്ച് കൂടുതൽ അറിയുവാനായി നാം ഇന്ന് ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുകയാണല്ലോ. ഏശയ്യ 54:10 നിന്നോട് കരുണയുള്ള കർത്താവ് അരുൾ ചെയ്യുന്നു, മലകൾ അകന്നു പോയേക്കാം, കുന്നുകൾ മാറ്റപ്പെട്ടേക്കാം, എന്നാൽ എന്റെ അചഞ്ചലമായ സ്നേഹം നിന്നെ പിരിയുകയില്ല, എന്റെ സമാധാന ഉടമ്പടിക്ക് മാറ്റം വരുകയില്ല. സ്നേഹം നിറഞ്ഞവരെ, ഏതൊക്കെ സാഹചര്യമായാലും എന്തൊക്കെ സംഭവിച്ചാലും നാം എന്തെല്ലാം ചെയ്താലും ദൈവം നമ്മെ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്നു. ഈ സെഷന് മുന്നോടിയായി പരിശുദ്ധ അമ്മയുടെ സംരക്ഷണം യാചിച്ചുകൊണ്ട് നമുക്ക് വേണ്ടി ജപമാലയ്ക്കും നേതൃത്വം വഹിച്ച ജോണി ജേക്കബ് അങ്കിളിനും കുടുംബത്തിനും ദൈവത്തിന്റെ നാമത്തിൽ നന്ദി അറിയിക്കുന്നു. ദൈവസ്നേഹം നിറഞ്ഞ പ്രാരംഭ ഗാനം ആലപിച്ച ബിന്ദു ചേച്ചിക്കും ബൈബിൾ വായനയിലൂടെയും പ്രാർത്ഥനയിലൂടെയും ദൈവത്തിന്റെ അനുഗ്രഹം നമ്മിലേക്ക് കൊണ്ടുവന്ന ബേബി സെബാസ്റ്റ്യൻ ആന്റിക്കും നന്ദി അറിയിക്കുന്നു. പ്രാർത്ഥന ആശീർവാദങ്ങളോടെ നമ്മെ നയിക്കുന്ന നമ്മുടെ ആത്മീയ പിതാവും ചിക്കാഗോ രൂപതയുടെ ഇടയനുമായ മാർ ജോയ് ആലപ്പാട്ട് പിതാവിനെ സ്നേഹത്തോടെ ഈ സെഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ സെഷന്റെ സമാപന സന്ദേശം നൽകുവാനും നമ്മെ ആശീർവദിക്കാനും ഒപ്പമുള്ളത് സീറോ മലബാർ മിഷൻ കമ്മീഷന്റെ സെക്രട്ടറിയായ റെവറൻഡ് ഫാദർ ഫ്രാൻസിസ് എലവന്തുങ്കൽ ആണ്. ഫ്രാൻസിസ് അച്ഛനെയും ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ദൈവവചന പ്രഘോഷണം എന്ന ക്രൈസ്തവ കടമ ആത്മാർത്ഥമായി നിർവഹിക്കുകയും അതിനുവേണ്ടി മറ്റുള്ളവരെ പ്രാപ്തമാക്കുകയും ചെയ്യുന്ന മിസിയുടെ എല്ലാമായ പ്രൊഫസർ CC ആലിസ് കുട്ടി ആന്റിയെയും നമ്മുടെ ടോമിച്ചൻ അങ്കിളിനെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഈ സെഷനിലെ പ്രൊക്ലമേഷൻ നടത്തുന്ന ലിസമ്മ അഗസ്റ്റിൻ ആന്റിയെയും ടെസ്റ്റിമണി ഷെയർ ചെയ്യുന്ന റെവറൻഡ് ഫാദർ ജോസഫ് കിഴക്കരെയും സ്ലൈഡ് പ്രസന്റേഷനിലൂടെ ദൈവസ്നേഹം എന്ന നിത്യസത്യത്തെക്കുറിച്ച് നമുക്ക് കൂടുതൽ അറിവ് പകർന്നു തരുവാൻ നിയുക്തിയായിരിക്കുന്ന മേഴ്സി തോമസ് ആന്റിയെയും സെഷൻ വൈൻഡപ്പ് ചെയ്യുന്ന വത്സമ്മ ആന്റിയും ഹൃദയത്തിന്റെ ഭാഷയിൽ സ്വാഗതം ചെയ്യുന്നു. കൂടാതെ
മിസിയോയുടെ ഓരോ മെന്റർമാരെയും കോർഡിനേറ്റേഴ്സിനെയും ദൈവത്തെ കൂടുതൽ അറിയുവാനും ആ ദൈവസ്നേഹം മറ്റുള്ളവരിലേക്ക് എത്തിക്കുവാനും നല്ല മനസ്സ് കാണിച്ച് ഇവിടെ കൂടിയിരിക്കുന്ന ഓരോരുത്തരെയും പ്രാർത്ഥനാപൂർവം ദൈവനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. ദൈവത്തിന്റെ സ്നേഹം എത്ര വലുതാണെന്നും ദൈവം നമ്മളെ എങ്ങനെ സ്നേഹിക്കുന്നുവെന്നും മനസ്സിലാക്കി തരുവാൻ പ്രൊക്ലമേഷന് വേണ്ടി ലിസം അഗസ്റ്റിൻ ആന്റിയെ ക്ഷണിക്കുന്നു. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ദൈവം സ്നേഹമാണ്. സ്നേഹത്തിൽ വസിക്കുന്നവൻ ദൈവത്തിലും ദൈവം അവനിലും വസിക്കുന്നു. 1 യോഹന്നാൻ 4:16. പ്രിയമുള്ള സഹോദരങ്ങളെ, ദൈവം നമ്മെ വ്യക്തിപരമായി യാതൊരു വ്യവസ്ഥകളുമില്ലാതെ നാം ആയിരിക്കുന്ന അവസ്ഥയിൽ സ്നേഹിക്കുന്നു. നമ്മെ നന്നായി അറിയുന്ന ദൈവം നമ്മുടെ ബലഹീനതകളെ, നമ്മുടെ കുറവുകളെ, നമ്മുടെ നിറവുകളെ, നമ്മളിലുള്ള എല്ലാ നന്മയും എല്ലാ തിന്മയും അറിയുന്ന, നാം ആയിരിക്കുന്ന അവസ്ഥയിൽ നമ്മെ മനസ്സിലാക്കുന്ന സ്നേഹപിതാവ്. നമ്മുടെ ഇന്നലെ, ഇന്ന്, നാളെ എല്ലാം അറിയുന്നവനാണ് ദൈവം. ഒരുപക്ഷെ ചിലെങ്കിലും ഒരു സംശയം തോന്നിയേക്കാം, എൻ്റെ ഈ കഷ്ടപ്പാടിൽ, ഈ രോഗാവസ്ഥയിൽ ദൈവം എന്നെ സ്നേഹിക്കുന്നുണ്ടോ? ദൈവത്തിന് എന്നോട് ഇഷ്ടമില്ലാത്തത് കൊണ്ടാണോ എനിക്ക് കഷ്ടപ്പാടെല്ലാം ഉണ്ടാകുന്നത് എന്ന്. ഒരിക്കലുമല്ല. നാം ഏതവസ്ഥയിലായാലും ദൈവം നമ്മെ സ്നേഹിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. നാം അത് തിരിച്ചറിയണമെന്ന് മാത്രം. പ്രിയപ്പെട്ടവരെ, ഈ ദൈവത്തിന്റെ സ്നേഹം നാം അറിഞ്ഞ് അത് അനുഭവിച്ച് ആ ദിവ്യസ്നേഹത്തിൽ നാം നിറഞ്ഞ് അത് മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുത്ത് ഒരു ദൈവ കുടുംബമായി നാം ജീവിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. വിശുദ്ധ ബൈബിളിൽ ഉടനീളം ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ ദൈവത്തിന് മനുഷ്യമക്കളോടുള്ള സ്നേഹം നിറഞ്ഞു നിൽക്കുന്നു. ഉൽപ്പത്തി 2:26 നാം കാണുന്നു, ദൈവം തന്റെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചു. അതെ, പ്രപഞ്ചവും അതിലെ സർവ ചരാചരങ്ങളെയും സൃഷ്ടിച്ചതിന് ശേഷം സൃഷ്ടിയുടെ മകുടമായി അവിടുന്ന് മനുഷ്യനെ സൃഷ്ടിച്ചു. തന്റെ ജീവൻ പകർന്നു നൽകി, ദൈവിക ജീവനിൽ നമ്മെ പങ്കുകാരാക്കി. സകല സൃഷ്ടികളുടെ മേൽ അവന് ആധിപത്യവും കൊടുത്തു. സർവാധിപനായ ദൈവം തന്റെ അധികാരവും മനുഷ്യനുമായി പങ്കുവയ്ക്കുന്നു. സങ്കീർത്തനം 8:5 നാം കാണുന്നു, അവിടുന്ന് അവനെ ദൈവദൂതന്മാരെക്കാൾ അല്പം മാത്രം താഴ്ത്തി മഹത്വവും ബഹുമാനവും കൊണ്ട് അവനെ മകുടമണിയിച്ചു എന്ന്. എത്ര വലിയ സ്നേഹമാണ് ദൈവം മനുഷ്യനോട് കാണിച്ചിരിക്കുന്നത്. വീണ്ടും പുറപ്പാട് പുസ്തകത്തിൽ നാം ഉടനീളം കാണുന്നത് ഇസ്രായേൽ ജനത്തിന്റെ കൂടെ നടന്ന് അവരെ എപ്പോഴും സംരക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന ദൈവത്തെ. ഈജിപ്തിന്റെ അടിമത്തത്തിൽ അവർ നിലവിളിച്ചപ്പോൾ അവരെ ഫറവോയുടെ പിടിയിൽ നിന്നും അവരെ വിടുവിച്ച് പറിച്ചെടുത്തുകൊണ്ടുവരുമായിരുന്നു. വിടുവിച്ച് തേനും പാലും ഒഴുകുന്ന കാനാൻ ദേശത്തേക്ക് അവരെ കൊണ്ടുവരുന്നു. അവരുടെ മരുഭൂമി യാത്രയിൽ അവരുടെ കൂടെ നടന്ന് അവർക്ക് വേണ്ടതെല്ലാം കൊടുത്ത് ആഹാരത്തിനായി മന്നയും ഭൂമിയിൽ പാറയിൽ നിന്ന് ജലം പുറപ്പെടുവിച്ച് അവരെ പരിപാലിക്കുന്ന ദൈവത്തെ നാം കാണുന്നു. പകൽ മേഘസ്തംഭമായും രാത്രിയിൽ അഗ്നിസ്തംഭമായും അവർക്ക് വഴി കാട്ടുന്ന ദൈവത്തെ നാം കാണുന്നു. വീണ്ടും ശത്രുകരങ്ങളെ തട്ടി മാറ്റുന്ന ദൈവത്തെ നിയമാവർത്തനം 33:27 നാം കാണുന്നു. വചനം പറയുന്നു, നിത്യനായ ദൈവം നിന്റെ അഭയം താങ്ങാൻ ശാശ്വത ഹസ്തങ്ങൾ. അവിടുന്ന് നിന്റെ ശത്രുക്കളെ തട്ടി മാറ്റുന്നു. നമുക്ക് മുമ്പേ പോയി വഴി സുഗമമാക്കുന്ന ദൈവത്തെ യെശയ്യാ 45:2 നാം കാണുന്നു. നിനക്ക് മുമ്പേ പോയി മലകൾ നിരപ്പാക്കുകയും പിച്ചളവാതിലുകൾ തകർക്കുകയും ഇരുമ്പോടാമ്പലുകൾ ഒടിക്കുകയും ചെയ്യും. നമ്മുടെ കാൽ വഴുതാൻ സമ്മതിക്കാത്ത, നമ്മെ താങ്ങി നിർത്തുന്ന ദൈവത്തിന്റെ സ്നേഹം സങ്കീർത്തനം 94:18 നാം കാണുന്നു.
എന്റെ കാൽ വഴുതുന്നു എന്ന് ഞാൻ വിചാരിച്ചപ്പോഴേക്കും കർത്താവെ അങ്ങയുടെ കാരുണ്യം എന്നെ താങ്ങി നിർത്തുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ പ്രശ്നങ്ങളും കണ്ണീരും കാണാനോ കേൾക്കാനോ ആർക്കും സമയമില്ലാത്ത ഈ ലോകത്ത് നീ എന്റേതാണ് എന്ന് പറഞ്ഞ് നമ്മെ പേര് ചൊല്ലി വിളിച്ച് നമ്മെ ചേർത്ത് നിർത്തുന്ന ദൈവത്തിന്റെ സ്നേഹം യെശയ്യാ 43:1 നാം കാണുന്നു. ഏത് വിഷമഘട്ടങ്ങളിലും കൈപിടിച്ച് കൂടെ നടക്കുന്ന ദൈവം യെശയ്യാ 41:13 നമുക്ക് കാണാം. നിന്റെ ദൈവവും കർത്താവുമായി ഞാൻ നിന്റെ വലതുകരം പിടിച്ചിരിക്കുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കും. പ്രിയ സഹോദരങ്ങളെ, ദൈവം നമ്മെ സ്നേഹിക്കുന്ന വഴികളിലൂടെ കടന്നു പോകുമ്പോൾ എനിക്കുണ്ടായ ഒരു ദൈവസ്നേഹ അനുഭവം എൻ്റെ മനസ്സിലേക്ക് വരുന്നു. വളരെ വർഷങ്ങൾക്ക് മുമ്പാണ്, എൻ്റെ കുഞ്ഞുങ്ങളൊക്കെ വളരെ ചെറുതായിരുന്ന സമയമാണ്. ഒരു ഇടവപ്പാതി കാലം, ഉച്ച കഴിഞ്ഞ് ഇടിവെട്ടി മഴ പെയ്യുന്ന സമയമാണെന്ന്. ഒരു ദിവസം ഒരു 4-4:30 ആയപ്പോഴത്തേക്ക് അതിഭയങ്കരമായ മഴക്കാറും കോളും, ഈ രാത്രിയാകാൻ പോകുന്ന പോലുള്ള പ്രതീതി. കുഞ്ഞുങ്ങൾ രണ്ടും മാത്രമേ വീട്ടിലുള്ളൂ. ഞാൻ പെട്ടെന്ന് ഓഫീസിൽ നിന്നും ഇറങ്ങി ഓടുക. 5 മിനിറ്റ് കൊണ്ട് എനിക്ക് വീട്ടിലെത്താം. പക്ഷെ ഞാൻ ഇറങ്ങി ഒരു അല്പം അങ്ങ് കഴിഞ്ഞപ്പോഴത്തേക്ക് അതിഭയങ്കരമായ മഴ, കൂടെ തന്നെ അതിശക്തമായ ഇടിയും ഒരു മിന്നലും കൂടി. ഞാൻ നോക്കുമ്പോൾ എൻ്റെ തൊട്ട് മുന്നിലായിട്ട് ഒരു സ്ഫോടന ശബ്ദം, പടപടാന്ന് തീ കത്തുന്നു, തീ താഴോട്ട് പൊഴിഞ്ഞു വീഴുന്നു. ഞാൻ നോക്കുമ്പോൾ മറ്റേ കൊടയുടെ കമ്പിയുടെ അറ്റത്തൂടെ തീക്കട്ട താഴോട്ട് വീഴുന്ന കാണുന്നു. ഞാൻ ഷോക്ക് അടിച്ച് പോലെയായി, ദേഹമെല്ലാം അങ്ങ് പെരുത്തു. ഞാൻ ആകെ പേടിച്ചു പോയി. ഞാൻ എങ്ങനെയോ റോഡിന്റെ എതിർവശത്തേക്ക് മാറി. പക്ഷെ എനിക്ക് നടക്കാൻ പറ്റുന്നില്ല. ഞാൻ കാല് മുന്നോട്ട് വെക്കാൻ പറ്റുന്നില്ല. ഞാൻ വിചാരിച്ച, ദൈവമേ, ഞാൻ ഇവിടെ വീണു പോയാൽ ആരും എന്നെ കാണുകയില്ലല്ലോ. ഞാൻ നോക്കി വഴിയില്ല, മുമ്പോട്ടും പുറകോട്ടും എല്ലാം നോക്കി, ആരെയും കാണുന്നുമില്ല. എങ്ങനെയല്ലോ എനിക്ക് കുഞ്ഞുങ്ങളുടെ അടുത്തെത്തണം ദൈവമേ എന്ന് പറഞ്ഞ് ഞാൻ നിൽക്കുമ്പോഴേ എനിക്ക് തൊട്ടടുത്തു നിന്ന് ഒരു സ്വരം കേൾക്കുന്നു, പേടിക്കണ്ട, എൻ്റെ കൂടെ നടന്നു എന്ന്. ഞാൻ പെട്ടെന്ന് തിരിഞ്ഞു നോക്കുമ്പോഴേ ഒരു ആൾ എൻ്റെ കൂടെ നടക്കുന്നുണ്ട്, എൻ്റെ അടുത്തൂടെ നടക്കുന്നുണ്ട്. രണ്ടാമതും പറഞ്ഞു, പേടിക്കണ്ട, എൻ്റെ കൂടെ നടന്നു. എന്നിട്ടും എനിക്ക് പേടി മാറത്തോണ്ടായിരിക്കും ചോദിച്ചു, എന്തിനാണ് ഈ മഴയത്ത് ഒറ്റയ്ക്ക് ഇറങ്ങി നടക്കുന്നതെന്ന് ചോദിച്ചു. ഞാൻ പറയുന്നുണ്ട് എൻ്റെ കുഞ്ഞുങ്ങളുടെ അടുത്തെത്താനാണ് എന്നൊക്കെ പറയുന്നുണ്ട്, പക്ഷെ സ്വരമൊന്നും പുറത്തോട്ട് വരുന്നില്ല. പിന്നെയും പറഞ്ഞു, പേടിക്കണ്ട, എൻ്റെ കൂടെ നടന്നു എന്ന്. അങ്ങനെ കുറച്ച് മുന്നോട്ട് പോയപ്പോഴത്തേക്ക് എൻ്റെ വീടിന്റെ സ്ഥലമായി. എന്നോട് പറഞ്ഞു, പെട്ടെന്ന് വീട്ടിൽ കയറിക്കോളാൻ പറഞ്ഞു. ഞാൻ പെട്ടെന്ന് വീട്ടിൽ കയറി നോക്കുമ്പോൾ എനിക്ക് വഴി കാണാം, പക്ഷെ വഴിയിലൂടെ ആരും പോകുന്നതായിട്ട് അന്നേരം എനിക്ക് കാണാനും പറ്റിയില്ല. ഞാൻ അകത്ത് കയറി, പിള്ളേർ സേഫായിട്ട് ഇരിപ്പുണ്ട്. പക്ഷെ അവര് ബൈബിൾ തുറന്നു വെച്ചിട്ടുണ്ടായിരുന്നു. കുഞ്ഞു പിള്ളേരാണ്, 3-ലും 1-ലും പഠിക്കുന്നതേ ഉള്ളൂ. അവര് പറഞ്ഞു, മമ്മിയെ കാത്തോളണേന്ന് ഞങ്ങൾ ദൈവത്തോട് പറയുമായിരുന്നു എന്ന്. എനിക്ക് പൂർണ്ണ ബോധ്യമുണ്ട്, ഈ അവസരത്തിൽ ദൈവം തന്നെ അല്ലെങ്കിൽ തൻ്റെ ദൂതനെ അയച്ച് എൻ്റെ ആ ധൈര്യമെല്ലാം ചോർന്നു പോയ സമയത്ത് എന്നെ ധൈര്യപ്പെടുത്തി എന്നെ കാത്തു രക്ഷിച്ചത് ആണ് എന്ന് എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ വിഷമഘട്ടങ്ങളിൽ കൂടെ നടന്ന് പരിപാലിക്കുന്ന, ധൈര്യം നൽകുന്ന ദൈവസ്നേഹം അന്ന് ഞാൻ അനുഭവിച്ചറിഞ്ഞു. വചനം യെശയ്യാ 40:29 നാം കാണുന്നു, തളർന്നവന് അവിടുന്ന് ബലം നൽകുന്നു, ദുർബലന് ശക്തി പകരുന്നു. ഈ സ്നേഹം നാം എപ്പോഴും തിരിച്ചറിയുന്നുണ്ടോ? ഈ സ്നേഹം, ദൈവത്തിന്റെ സ്നേഹം നാം തിരിച്ചറിയാതെ പോകുമ്പോൾ ദൈവത്തിന് ദുഃഖമുണ്ടാകുന്നുണ്ട്. ആ ഹൃദയം നൊമ്പരപ്പെടുന്നില്ലേ? പ്രിയപ്പെട്ടവരെ, ഇന്ന് നാം നമ്മുടെ ചുറ്റിലും കാണുന്നത് ഇതേ ദുഃഖം തന്നെയല്ലേ? നമ്മുടെ മാതാപിതാക്കളുടെ സ്നേഹം തിരിച്ചറിയാൻ പറ്റാത്ത മക്കൾ. ഇന്ന് ആ മാതാപിതാക്കൾ അനുഭവിക്കുന്ന ദുഃഖം തന്നെയാണ് ആ ദൈവത്തിന്റെയും ദുഃഖമല്ലേ? നമ്മൾ സ്നേഹം തിരിച്ചറിയാതെ പോകുമ്പോൾ. നമുക്കൊന്ന് ചിന്തിക്കാം, ദൈവം ആഗ്രഹിക്കുന്ന വിധത്തിൽ അവിടുത്തെ സ്നേഹം പരിപൂർണമായി അനുഭവിക്കാനോ അത് മറ്റുള്ളവരിലേക്ക് പങ്കുവയ്ക്കാനോ നമുക്ക് കഴിയുന്നുണ്ടോ?
ഒന്ന് പരിശോധിച്ചു നോക്കാം. അതിനു വേണ്ട കൃപ ദൈവം നമുക്ക് എല്ലാവർക്കും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. ദൈവത്തിന്റെ സ്നേഹം വചനത്തിലൂടെയും സ്വന്തം ജീവിതാനുഭവത്തിലൂടെയും പങ്കുവെച്ച് ദൈവം കരുതലുള്ള ഒരു അപ്പനാണെന്ന് നമുക്ക് കാണിച്ചു തന്ന ലിസമ്മാൻഡിക്ക് ഒത്തിരി നന്ദി അറിയിക്കുന്നു. ടെസ്റ്റിമണി ഷെയർ ചെയ്യുന്നതിനായി നമ്മോടൊപ്പം ഉള്ളത് റെവറൻ ഫാദർ ജോസഫ് കിഴക്കേക്കരയാണ്. അച്ഛനെ ടെസ്റ്റിമണി ഷെയർ ചെയ്യുന്നതിനായി ഏറ്റവും സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എന്റെ പേര് ഫാദർ ജോസഫ് കിഴക്കേക്കര, MST. ഞാനിപ്പോൾ MSTയുടെ തന്നെ മാണ്ഡ്യ മിഷനിൽ ഒരു വിഷചികിത്സാ കേന്ദ്രത്തിൽ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് സേവനം അനുഷ്ഠിക്കുന്നു. നമ്മൾ ഇന്ന് ദൈവസ്നേഹത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഞാൻ എൻ്റെ ജീവിതത്തിൽ അനുഭവിച്ച ദൈവസ്നേഹം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുകയാണ്. ഞാൻ എൻ്റെ ദൈവത്തിന്റെ സ്നേഹത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ അതിനുള്ള ഏറ്റവും വലിയ ഉത്തരമായിട്ട് ഞാൻ കാണുന്നത് എൻ്റെ ദൈവവിളിയും എൻ്റെ പൗരോഹിത്യവുമാണ്. ദൈവം എന്നെ വിളിച്ചു, എന്നെ തിരഞ്ഞെടുത്തു എന്നുള്ളതാണ് ദൈവത്തിന് എന്നോടുള്ള ഏറ്റവും വലിയ സ്നേഹത്തിന്റെ ഉത്തരമായിട്ട് ഞാൻ കാണുന്നത്. ഞാൻ എൻ്റെ ദൈവവിളിയെ കുറിച്ച് ഓർക്കുമ്പോൾ ഞങ്ങൾ 5 പേരായിരുന്നു ഞങ്ങൾ സെമിനാരിയിൽ ജോയിൻ ചെയ്യുന്നത്. അവിടെ നിന്ന് ഞാൻ ഒറ്റപുത്രനായിരുന്നു. പക്ഷെ എൻ്റെ കൂട്ടത്തിലുണ്ടായിരുന്ന ആ 4 പേരും അവര് പല ഘട്ടങ്ങളിലായിട്ട് തിരികെ പോയപ്പോഴും ദൈവം എന്നെ ചേർത്ത് പിടിച്ച് സ്നേഹിച്ചു. അങ്ങനെ ഞാൻ ഈ പൗരോഹിത്യ പരിശീലന കാലഘട്ടത്തിലൊക്കെ ആയിരിക്കുമ്പോൾ ഞാൻ എൻ്റെ റീജൻസി കാലഘട്ടം പൂർത്തിയാക്കിയത് മാണ്ഡ്യ മിഷനിൽ തന്നെയുള്ള ഒരു മാനസിക വൈകല്യമുള്ളവരെ നോക്കുന്ന ഒരു സെന്ററിലായിരുന്നു. അവിടെ റീജൻസി കാലഘട്ടം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ക്രിസ്മസ് അടുത്തപ്പോൾ ഒരു ക്രിപ്പ് ഉണ്ടാക്കണമെന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. ഒരു അക്രൈസ്തവരുടെ ഒരു വില്ലേജിലായിരുന്നു. അവിടെ ഒരു ക്രിപ്പ് ഉണ്ടാക്കി അവരെയൊക്കെ ക്രിസ്മസിന് ക്ഷണിക്കണമെന്നുള്ള വലിയ ആഗ്രഹത്തിന്റെ പുറത്ത് അവിടെ ഒരു പുൽക്കൂടുണ്ടാക്കുവാനായിട്ട് ആരംഭിച്ചു. പക്ഷെ ഞങ്ങൾക്ക് അവിടെ ഒരു ക്രിബ് സെറ്റ് ഇല്ലായിരുന്നു. അപ്പൊ ഞാൻ എൻ്റെ വികാരി അച്ഛനോട് പറഞ്ഞു, അച്ഛാ നമുക്കൊരു നല്ല ക്രിബ് സെറ്റ് ഇല്ല. അപ്പൊ അച്ഛൻ എന്നോട് പറഞ്ഞു, ബ്രദർജി അത് നമുക്കിപ്പോ അത് വാങ്ങുവാനുള്ള ഒരു സാമ്പത്തികം ഇവിടെ ഇല്ല. ബ്രദർ ഒരു തൽക്കാലത്തേക്ക് ഒരു വലിയ പുൽക്കൂട് ഉണ്ടാക്കിക്കോ, നമുക്കുള്ളത് ആ സമയമാകുമ്പോൾ നമുക്ക് കിട്ടിക്കൊള്ളുമെന്ന് അച്ഛൻ എന്നോട് ഇങ്ങനെ പറഞ്ഞു. ഞാൻ അങ്ങനെ അച്ഛന്റെ വാക്ക് കേട്ട് ഞാൻ പുൽക്കൂട് പണി ആരംഭിച്ചു. വളരെ മനോഹരമായ ഒരു വലിയ പുൽക്കൂട് തന്നെ പണി തുടങ്ങി. അങ്ങനെ ഓരോ ദിവസവും ഈ ക്രിസ്മസ് അടുക്കുമ്പോഴും എന്റെ മനസ്സിൽ ഇങ്ങനെ ഒരു ടെൻഷനാണ്. ഈ വലിയ പുൽക്കൂട് ഉണ്ടാക്കുമ്പോഴും അതിനുള്ളിൽ വയ്ക്കുവാനുള്ള ക്രിബ് സെറ്റുകളൊന്നും ഇല്ല. ഞാൻ അച്ഛനോട് പറഞ്ഞു, അച്ഛാ നമുക്ക് ക്രിബ് സെറ്റ് ഇല്ല. അപ്പൊ അച്ഛൻ പറഞ്ഞു, നമുക്കൊരു കാര്യം ചെയ്യാം, ഈ ഒരു നിയോഗം ദൈവസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ഈ നിയോഗത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. അങ്ങനെ ഞങ്ങൾ അവിടെ 4 പേരായിരുന്നു ഉണ്ടായിരുന്നത്. ഞാനും അച്ഛനും 2 സിസ്റ്റേഴ്സും. ഓരോരുത്തർക്കും ഓരോ മണിക്കൂർ ആരാധന അനുവദിച്ചു. അപ്പൊ ഓരോരുത്തരും മാറി മാറി ഈ നിയോഗം ദൈവസന്നിധിയിൽ സമർപ്പിച്ച് ആരാധനയുടെ മുൻപിൽ ഇരുന്ന് പ്രാർത്ഥിക്കും. ഓരോ ദിവസവും കടന്നുപോയി ആ കൂട്ടത്തില് ക്രിബിന്റെ പണി നടക്കുന്നുണ്ട്, ആ കൂട്ടത്തില് ആരാധനയും നടക്കുന്നുണ്ട്. അങ്ങനെ ഇത് ഒരുമിച്ച് പോകുമ്പോഴും എന്റെ മനസ്സിലൊരു ചോദ്യമുണ്ട്, ദൈവമേ ഈ ക്രിബിനുള്ള സാധനങ്ങൾ കിട്ടുമോ? അങ്ങനെ ഓരോ ദിവസം കഴിയുമ്പോഴും ഈ ടെൻഷന്റെ പുറത്ത് ഇരിക്കുമ്പോൾ ഒരു ദിവസം ക്രിസ്മസിന് അടുത്ത് ഏതാനും ദിവസങ്ങൾ ആയപ്പോൾ ഒരു എറണാകുളം അടുത്തൊരു ഇടവകയെന്ന് അച്ഛനെ ആൾക്കാർ വിളിക്കുകയാണ്. അവർ വിളിച്ചിട്ട് അച്ഛനോട് പറയുകയാണ്, അച്ഛൻ മാണ്ഡ്യ മിഷനിലുള്ള അച്ഛനാണെന്ന് ഞങ്ങൾക്കറിയാം, അച്ഛന്റെ സെന്ററിലേക്ക് വേണ്ട ക്രിബ് ഐറ്റംസ് ഞങ്ങളുടെ പള്ളിയിൽ നിന്ന് ഞങ്ങൾ സ്പോൺസർ ചെയ്യാം. അച്ഛൻ അഡ്രസ് ഒന്ന് തരുവാണെങ്കിൽ ഞങ്ങൾ ഈ സാധനങ്ങളൊക്കെ അച്ഛന്റെ അങ്ങോട്ട് കൊറിയറായിട്ട് അയച്ചു തരാം. ഇത് അച്ഛൻ ഞങ്ങളോട് പറയുമ്പോൾ എനിക്ക് പെട്ടെന്നൊരു ഷോക്ക് പോലെയാണ് തോന്നുന്നത്. കാരണം ദൈവത്തിന്റെ മുൻപിൽ നമ്മൾ എന്ത് സമർപ്പിച്ച് നമ്മളെ സ്നേഹിക്കുന്ന ആ ദൈവത്തിന്റെ മുൻപിൽ നമ്മൾ ചോദിക്കുമ്പോൾ നമുക്ക് തരുവാനായിട്ടിരിക്കുന്ന ഒരു ദൈവം, ആ ദൈവത്തെ എത്രമാത്രം നമ്മൾ തിരിച്ചറിയുന്നുണ്ട്. അങ്ങനെ ആദ്യമായിട്ട് ദൈവത്തിന്റെ സ്നേഹം വളരെ അടുത്തറിയുവാനായിട്ട് എനിക്ക് അവസരം ലഭിച്ചു. വീണ്ടും ഞാൻ എൻ്റെ പൗരോഹിത്യം തുടർന്നുകൊണ്ടിരിക്കുമ്പോൾ, ഞാൻ ഓർഡിനേഷൻ അടുക്കുമ്പോൾ എന്റെ ടെൻഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാൻ സെമിനാരി കാലഘട്ടത്തിലൊക്കെ പഠിക്കുമ്പോൾ എനിക്ക് പ്രസംഗം പറയാൻ വലിയ ബുദ്ധിമുട്ടായിരുന്നു. ഞാൻ പ്രസംഗം പറഞ്ഞു തുടങ്ങുമ്പോൾ ചിലപ്പോൾ തെറ്റിപ്പോകും, അല്ലെങ്കിൽ ഇടയ്ക്ക് വെച്ച് തെറ്റിപ്പോകും. അപ്പൊ ഒരുപക്ഷെ നിങ്ങൾക്ക് അറിയായിരിക്കും, അച്ഛന്മാരൊക്കെ പ്രസംഗം പറയാൻ തുടങ്ങുമ്പോൾ ഇടവകപ്പള്ളിയിലൊക്കെ പ്രസംഗം പറയുമ്പോൾ എവിടെയെങ്കിലും വെച്ച് തെറ്റിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ മറന്നു പോയിട്ടുണ്ടെങ്കിൽ, അതിപ്പോ ഒരു പെരുന്നാൾ കുർബാന ആയിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ എന്തെങ്കിലും ക്ലാസ് ഒക്കെ എടുക്കുമ്പോൾ അത് മറന്നു പോയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു പോയിന്റ് മിസ്സായിട്ടുണ്ടെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ്. അതെങ്ങനെ അത് തീർക്കുമെന്നുള്ള ടെൻഷൻ വരും. അങ്ങനെയുള്ള എനിക്ക് അതുപോലും പറയാൻ പറ്റാത്ത ഒരു സാഹചര്യം വരുമ്പോൾ ഞാൻ വളരെ പേടിച്ചു. ദൈവമേ, എനിക്കറിയാം ഞാൻ അച്ഛനായി കഴിയുമ്പോൾ എനിക്ക് പ്രസംഗം പറയണം, അല്ലെങ്കിൽ ക്ലാസ്സുകൾ എടുക്കണം, ഇതൊക്കെ എനിക്ക് എന്റെ ഈ പൗരോഹിത്യത്തിൽ എനിക്ക് ചെയ്യേണ്ട കാര്യങ്ങളാണ്. പക്ഷെ അത് ചെയ്യാനാണ് എനിക്ക് പേടി. അപ്പൊ ഞാൻ ഇങ്ങനെ എന്നും ദൈവസന്നിധിയിൽ നിന്ന് പ്രാർത്ഥിക്കും, ദൈവം എനിക്ക് പ്രസംഗം പറയാൻ അറിയത്തില്ല, എനിക്ക് ഇത് എങ്ങനെയാണ് ഇത് ഞാൻ ചെയ്യേണ്ടത് എനിക്ക് അറിയത്തില്ല. ഞാനിങ്ങനെ ഈ ഓർഡിനേഷൻ അടുക്കുമ്പോൾ എന്റെ സീനിയർ ബാച്ചില് പട്ടം കിട്ടിയ അച്ഛന്മാര് അവരെന്നോട് പറഞ്ഞു, നമ്മുടെ കോർഡിനേഷൻ ദിവസം
നമ്മുടെ ഏറ്റവും വേണ്ടപ്പെട്ട നിയോഗങ്ങൾ നമ്മൾ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണെങ്കിൽ ദൈവം തീർച്ചയായിട്ടും നമുക്ക് നൽകും. പറ്റുവാണെങ്കിൽ ആ നിയോഗങ്ങൾ നമ്മുടെ ലോഹയുടെ പോക്കറ്റിൽ നമ്മളത് എഴുതിയിടുകയാണെങ്കിൽ അത് വലിയ കാര്യമായിരിക്കും. അങ്ങനെ അവരെന്നോടത് സീരിയസ് ആയിട്ടാണോ തമാശക്കാണോ പറഞ്ഞതെന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷെ അവരുടെ വാക്കുകളെ ഞാൻ സീരിയസ് ആയിട്ട് തന്നെ എടുത്തു. അങ്ങനെ ഞാൻ എന്റെ നിയോഗങ്ങളുടെ കൂട്ടത്തില്, എന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നിയോഗങ്ങളുടെ കൂട്ടത്തില് ഞാൻ ഈ നിയോഗം എഴുതിയിട്ടു. ദൈവം എനിക്ക് പ്രസംഗം പറയാനുള്ള കഴിവ് എനിക്ക് തരണേ. അങ്ങനെ എന്റെ ഓർഡിനേഷനൊക്കെ വളരെ ഭംഗിയായിട്ട് നടന്നു. ആ ഓർഡിനേഷൻ കഴിഞ്ഞ് ഒരു മാസം ഞാൻ പല ഇടവകളില് കുർബാനയ്ക്കും പ്രസംഗത്തിനും ഒക്കെ ആയിട്ട് പോയി. ഒടുവിൽ എനിക്ക് ആദ്യത്തെ അപ്പോയിന്റ്മെന്റ് എനിക്ക് കിട്ടുന്നത് ബെൽത്തങ്ങാട് രൂപതയിലെ ഒരു ഇടവകയിലാണ്. ആ ഇടവകയില് ഞാൻ ചെല്ലുന്നു. അവിടെ ഞാൻ കുർബാനയ്ക്ക് വിശുദ്ധ കുർബാന അർപ്പിക്കുന്നു, പ്രസംഗം പറയുന്നു. ഏതാനും ആഴ്ചകൾ കഴിഞ്ഞപ്പോൾ അവിടെയുള്ള ആളുകൾ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, അച്ഛൻ പ്രസംഗം പറയുമ്പോൾ അത് നിർത്തല്ലേ എന്ന് ഞങ്ങൾ പലപ്പോഴും ആഗ്രഹിച്ചിട്ടുണ്ട്. അച്ഛന്റെ പ്രസംഗം ഇങ്ങനെ തുടർന്നുകൊണ്ട് പോകാൻ, അത് കേട്ടിരിക്കാൻ തന്നെ നല്ല രസമാണ്. അപ്പോൾ എനിക്ക് ഒരു ബോധ്യമുണ്ടായി, ഞാൻ എന്താണോ എന്റെ ഓർഡിനേഷൻ ദിവസം ഞാൻ ഈശോയോട് വാശി പിടിച്ച് ചോദിച്ചത് അതെനിക്ക് ഈശോ നൽകി അനുഗ്രഹിച്ചിട്ടുണ്ടെന്നുള്ള ഉറച്ച ബോധ്യം എനിക്ക് ലഭിച്ചു. അങ്ങനെ ആ ബോധ്യം അവിടെ ലഭിച്ചത് അവിടെ വെച്ച് ഞാൻ നിന്നില്ല. എനിക്ക് ദൈവം എന്താണോ എനിക്ക് നൽകിയത് അതിനെ ഞാൻ വീണ്ടും വളർത്താനായിട്ട് പരിശ്രമിച്ചു. അങ്ങനെ ഞാൻ ഇൻസ്റ്റാഗ്രാമില് ഒരു പേജ് തുടങ്ങി. അതിലൂടെ ഞാൻ ഈശോയുടെ വചനങ്ങള് ചെറിയ ചെറിയ ഉപമകൾ വഴിയായിട്ട് ഞാനത് ഇന്നും പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നു. അത് ഒരുപാട് പേരിലേക്ക് എത്തിക്കാനായിട്ട് എനിക്ക് സാധിക്കുന്നു. അങ്ങനെ ഞാൻ വാശി പിടിച്ച ദൈവസന്നിധിയില് ദൈവത്തിന്റെ സ്നേഹത്തിന് മുൻപിൽ ഞാൻ ഇങ്ങനെ ചേർന്ന് നിന്നപ്പോൾ ദൈവം എന്നെ ഒരുപാട് പൊതിഞ്ഞതായിട്ട് എനിക്ക് അനുഭവിക്കാൻ സാധിച്ചു. വീണ്ടും ഞാനിനി ദൈവസ്നേഹം ഞാൻ ഏറ്റവും അടുത്ത് അനുഭവിച്ചത് ഒരു അനുഭവം നിങ്ങളോട് പങ്കുവെക്കുകയാണെങ്കിൽ, കഴിഞ്ഞ 16ാമത്തെ മിസിയോ ബാച്ചില് ഞാനും അംഗമായിരുന്നു. അങ്ങനെ ആ മിസിയോ ബാച്ചില് ഞാൻ അംഗമായിരിക്കുമ്പോൾ ഞാൻ ഇപ്പോഴായിരിക്കുന്നത്, ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ഞാൻ മാണ്ഡ്യ മിഷനിലെ ഒരു വിഷചികിത്സാ കേന്ദ്രത്തിലാണ്. അപ്പോൾ ഇവിടുത്തെ ഈ സെന്ററിൽ ഇവിടെ ദേവാലയമുണ്ട്, പക്ഷെ അവിടെ വിശുദ്ധ കുർബാന അർപ്പിക്കാൻ സാധിക്കുന്നില്ലായിരുന്നു. ആ ദേവാലയത്തിലേക്കുള്ള ഒരു വിശുദ്ധ വസ്തുക്കളും അവിടെ ഇല്ല. ഒരു പള്ളി മാത്രമായിട്ടേ ഉള്ളൂ, ചെറിയൊരു ചാപ്പല്. ഞാൻ ഈ മിസിയോ കൂട്ടായ്മയിൽ ജോയിൻ ചെയ്തപ്പോൾ ഞാൻ എന്റെ സബ് ഗ്രൂപ്പിലുള്ളവരോട് ഞാൻ പറഞ്ഞു, ഞാൻ ആയിരിക്കുന്ന ഈ സ്ഥലത്ത് ഒരു ദേവാലയം ഉണ്ട്, അപ്പം ഇവിടെ വിശുദ്ധ കുർബാന ഇതുവരെ അർപ്പിക്കാൻ സാധിച്ചിട്ടില്ല. അപ്പൊ നിങ്ങളൊക്കെ ഈ ഒരു നിയോഗം സമർപ്പിച്ച് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഇവിടെ ഒരു വിശുദ്ധ കുർബാന അർപ്പിക്കാൻ നിങ്ങൾ പ്രാർത്ഥിക്കണം. അതുപോലെ ഇങ്ങോട്ടുള്ള ഒരുപാട് വിശുദ്ധ വസ്തുക്കൾ വാങ്ങുവാനുണ്ട്, അതിനൊക്കെയുള്ള സാമ്പത്തികമായിട്ടുള്ള സഹായം ആരിൽ നിന്നൊക്കെ ലഭിക്കുവാനായിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഈ നിയോഗം ഞാൻ അവരോട് ഓരോ മീറ്റിങ്ങിലും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെ ഇരിക്കുമ്പോൾ ഓരോന്നായിട്ട് എനിക്ക് ഇങ്ങനെ ലഭിച്ചു തുടങ്ങി. പക്ഷെ എന്റെ മനസ്സിലൊരു ആഗ്രഹം, ഈശോയെ ഇവിടെ ഒരു നല്ലൊരു അരളിക്കായും ഒരു കാസയും വിലാസയും വേണം. ഞാൻ ആ നിയോഗം ഇങ്ങനെ എന്നും മനസ്സിൽ സമർപ്പിച്ച് വിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോഴൊക്കെ ഞാൻ പ്രാർത്ഥിക്കും. അങ്ങനെ ഒരു ദിവസം ഇവിടുത്തെ കോൺവെന്റിൽ ഒരു ദിവസം വൺ ഡേ അഡോറേഷൻ നടക്കുകയാണ്. ആ അഡോറേഷൻ ദിവസം ഞാൻ ഈ ഒറ്റ നിയോഗമാണ് എന്റെ മനസ്സിൽ ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത്. എനിക്കറിയാം, ഞാൻ എന്ത് വാശി പിടിച്ച് ചോദിച്ചാലും എനിക്ക് അത് നൽകുവാനായിട്ട് ഇരിക്കുന്ന ഒരു ഈശോ എനിക്കുണ്ടെന്നുള്ള ഉറച്ച ബോധ്യത്തില് ഞാൻ ഈ ഒറ്റ നിയോഗത്തെ എന്റെ മനസ്സിൽ പൂർണ്ണമായിട്ട് സമർപ്പിച്ച് ഞാൻ ആ ആരാധനയുടെ മുമ്പിൽ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോഴൊക്കെ എന്റെ അന്നത്തെ ഗ്രൂപ്പിന്റെ മെന്റർ ആയിരിക്കുന്ന ബീന സ്റ്റാൻലി ആന്റി എന്നെ കണ്ടിന്യൂസ് ആയിട്ട് വിളിക്കുന്നുണ്ട്. പക്ഷെ ഞാൻ ഫോൺ പിക്ക് ചെയ്യുന്നില്ല. ആന്റിയുടെ കോൾ ഇങ്ങനെ വരുന്നുണ്ട്. ഞാൻ ആരാധനയിലായതുകൊണ്ട് ഞാൻ ഫോണൊന്നും എടുത്തില്ല. അങ്ങനെ ഞാൻ ആ വൺ ഡേ അഡോറേഷൻ മുഴുവൻ ആരാധനയുടെ മുമ്പിൽ ഇരുന്ന് ഈ നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. ഒരു 4 മണിയൊക്കെ ആയപ്പോൾ ഫൈനൽ ബ്ലെസ്സിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ ആരാധനയുടെ അടുത്ത് ഇങ്ങനെ ആരാധന തൊട്ടുകൊണ്ട് അരുളിക്കായ തൊട്ട് ഞാൻ നിന്നപ്പോൾ ഞാൻ എന്റെ മനസ്സിൽ ഇങ്ങനെ പ്രാർത്ഥിച്ചു, ഈശോയെ ഇതുപോലൊരു അരുളിക്ക എനിക്കും എന്റെ ദേവാലയത്തിൽ അവിടെ എനിക്ക് വേണം. അത് പറഞ്ഞ് ഞാൻ അവർക്ക് ബ്ലെസ്സിങ് കൊടുത്തു. ഞാൻ കാപ്പി കുടിച്ചിറങ്ങുമ്പോഴും എനിക്ക് കോള് വന്ന് കിടക്കുന്നുണ്ടായിരുന്നു ബീന സ്റ്റാൻലി ആന്റിയുടെ. അപ്പൊ ഞാൻ ആ കോള് തിരിച്ചു വിളിച്ചു. അപ്പൊ ആന്റി എന്നോട് പറഞ്ഞു, ഞാൻ അച്ഛനെ രാവിലെ തൊട്ട് വിളിക്കുന്നതാണ്, അച്ഛൻ ഫോൺ എടുക്കുന്നില്ല. ഞാൻ അച്ഛനോട് ഒരു കാര്യം പറയാനാണ്, അച്ഛനെ പള്ളിയിലേക്ക് വേണ്ട അരുളിക്കായും കാസയും വിലാസയും ഞാൻ വാങ്ങിത്തരാം. അത് കേട്ടപ്പോൾ എനിക്ക് പെട്ടെന്നൊരു ഒരു ഷോക്ക് പോലെയാണ് എനിക്ക് തോന്നിയത്. കാരണം ഞാൻ എന്താണോ എന്റെ ഈശോയുടെ മുൻപില്, ഞാൻ ഏതാനും നിമിഷങ്ങൾക്ക് മുൻപ് ഞാൻ എന്താണോ ഈശോയോട് ചോദിച്ചത് അത് ഈശോ എനിക്ക് നൽകി എന്നെ അനുഗ്രഹിക്കുകയാണ്. അതുകൂടെ ആയപ്പോൾ എനിക്ക് ഉറപ്പായി ദൈവം ഓരോരുത്തരെയും സ്നേഹിക്കുന്ന പോലെ അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് ദൈവം എന്നെ സ്നേഹിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, ഞാൻ ഈ ദൈവസ്നേഹത്തെ കുറിച്ച് നിങ്ങളോട് സംസാരിക്കുമ്പോൾ ഒരുപക്ഷെ ഇത് കേൾക്കുമ്പോൾ ചിലർക്കൊക്കെ ചെറിയ അനുഭവങ്ങളായിരിക്കും, അല്ലെങ്കിൽ ചിലർക്ക് വലിയ അനുഭവമായിരിക്കും. പക്ഷെ എന്നെ സംബന്ധിച്ച് ഇത് വലിയ അനുഭവങ്ങളാണ്. ഓരോരുത്തരുടെയും ജീവിതത്തിൽ ദൈവത്തിന്റെ സ്നേഹം അനുഭവിക്കുവാനായിട്ട് ദൈവം ഓരോരുത്തർക്കും ഓരോ അനുഭവങ്ങളും ഓരോ സന്ദർഭങ്ങളും നൽകിയിട്ടുണ്ട്. അതൊക്കെ നമ്മൾ തിരിച്ചറിയുന്നുണ്ടോ എന്നതാണ് ചോദ്യം. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ദൈവസ്നേഹം അനുഭവിക്കാനായിട്ട് നൽകുന്ന ചില സാഹചര്യങ്ങളും ചില വ്യക്തികളെയും ഒക്കെ നമ്മൾ മറന്നു പോകുന്നുണ്ട്. അപ്പം എല്ലാവരെയും ദൈവം ഒരുപോലെ സ്നേഹിക്കുന്നുണ്ട്. അത് നമ്മൾ തിരിച്ചറിയുവാനായിട്ട് നമ്മൾ മറന്നു പോവുക മാത്രമാണ് നമുക്ക് പറ്റുന്ന തെറ്റ്. അപ്പൊ നമുക്കതൊക്കെ മാറ്റി നമ്മളെ സ്നേഹിക്കുന്ന ആ ദൈവസ്നേഹത്തിലേക്ക് കൂടുതൽ അടുക്കുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ.
തന്റെ ജീവിത സാക്ഷ്യത്തിലൂടെയും തനിക്ക് ലഭിച്ച ചെറുതും വലുതുമായ അനുഗ്രഹങ്ങളിലൂടെയും ദൈവസ്നേഹം നമ്മൾക്ക് കാണിച്ചു തന്ന് നാം എന്താഗ്രഹിച്ചാലും നാം എന്ത് ചോദിച്ചാലും നമ്മുടെ പിതാവായ ദൈവം നമ്മുടെ നന്മയ്ക്കാണെങ്കിൽ അത് നമുക്ക് തന്നിരിക്കും എന്ന് നമുക്കൊരു ഉറച്ച ബോധ്യം പകർന്നു തന്ന റെവറൻ ഫാദർ ജോസഫ് കിഴക്കേക്കരയ്ക്ക് ഏറ്റവും സ്നേഹത്തോടെ നന്ദി അറിയിക്കുന്നു. ദൈവം സ്നേഹമാണ്. തന്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 16-ാം വാക്യം. അടുത്തതായി ദൈവസ്നേഹം എന്ന ആദ്യത്തെ നിത്യസത്യത്തെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കി തരുവാൻ സ്ലൈഡ് പ്രസന്റേഷന് വേണ്ടി മേഴ്സി തോമസ് ആന്റിയെ ക്ഷണിക്കുന്നു. ദൈവത്തിന് സ്തുതി. ഈ പ്രപഞ്ചത്തിന്റെ മുഴുവൻ സൃഷ്ടാവും നിയന്താവുമായ ദൈവപിതാവിനെ കുറിച്ച് നമുക്കുള്ളത് ഒരു സമ്മിശ്ര വികാരമാണ്. ആകാശത്തിലെ ഒരു വലിയ പോലീസുകാരൻ, മനുഷ്യർ തെറ്റുവരുത്താൻ നോക്കിയിരിക്കുന്ന ഒരു ശിക്ഷകൻ, ഒളിഞ്ഞിരുന്ന കുറ്റങ്ങൾ കണ്ടുപിടിച്ച് ശിക്ഷിക്കുന്ന നീതിപാലകൻ. അങ്ങനെയൊക്കെയാണ് ദൈവത്തെക്കുറിച്ചുള്ള നമ്മുടെ ചിന്തകളും ആശങ്കകളും. എന്നാൽ ദൈവപിതാവിന്റെ സ്നേഹത്തിന്റെ പൂർണ്ണത ആഴത്തിൽ അനുഭവിച്ചറിയുക എന്നതാണ് ജീവിതത്തിന്റെ ആത്യന്തിക ലക്ഷ്യം. ഒരാളുടെ സ്നേഹത്തിന്റെ ആഴം തിരിച്ചറിയുന്നത് അയാളുടെ പ്രവൃത്തികളുടെ മാഹാത്മ്യം നോക്കിയാണെങ്കിൽ ഈ പ്രപഞ്ചത്തിൽ തന്നെ ദൈവം സ്നേഹം മാത്രമാണെന്ന് പ്രകടമാകുന്ന മനോഹാരിതകൾ കാണാൻ കഴിയും. അതേ പ്രിയപ്പെട്ടവരെ, ദൈവം സ്നേഹം മാത്രമാണ്. സ്നേഹിക്കാൻ മാത്രമേ അവിടത്തേക്ക് അറിയാവൂ. നമ്മൾ അച്ഛൻ വഴിയായിട്ടും ചേച്ചിയായിട്ടും നമ്മൾ കേട്ടു ദൈവത്തിന്റെ സ്നേഹം എത്രമാത്രം അനുഗ്രഹപ്രദമാണെന്ന്. അച്ഛൻ പറഞ്ഞായിരുന്നു, ഓരോരുത്തരെയും ദൈവം സ്നേഹിക്കുന്നു, ചെറുതും വലുതുമായ ഓരോ കാര്യങ്ങൾ വഴിയായിട്ട്. അടുത്ത സ്ലൈഡിൽ നമ്മൾ കാണാൻ പോകുന്നത് ദൈവത്തിന്റെ സ്നേഹമാണ്. ദൈവം നമ്മെ സ്നേഹിക്കുന്നു കാരണം ദൈവം സ്നേഹം മാത്രമാണ്. ഈ സ്നേഹം നാം അനുഭവിച്ച് പങ്കുവച്ച് ദൈവകുടുംബമായി ജീവിക്കണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. സൃഷ്ടവസ്തുക്കളിലൂടെ ദൈവസ്നേഹം നമ്മിലേക്ക് ഒഴുകിക്കൊണ്ട് ഒരേ വായുവും വെള്ളവും നൽകി ഭൂമിയിലാക്കിയിരിക്കുന്ന നമ്മോടും പരസ്പരം സ്നേഹിച്ച് പങ്കുവച്ച് ജീവിക്കുവാൻ ദൈവം ആവശ്യപ്പെടുന്നു. ദൈവത്തിന്റെ വ്യക്തിപരമായ സ്നേഹം. ദൈവം എന്നെ അറിയുന്നു, മനസ്സിലാക്കുന്നു. നമ്മെ വ്യക്തിപരമായി അറിയുന്നു, മനസ്സിലാക്കി സ്നേഹിക്കുന്ന ദൈവം. നമ്മുടെ ഇന്നും ഇന്നലെയും എന്നും അറിയുന്ന ദൈവം. അതാണ് നമ്മൾ അടുത്ത സ്ലൈഡിൽ കാണാൻ പോകുന്നത്. എൻ്റെ ഇന്നലെ, ഇന്ന്, നാളെ ഇതെല്ലാം ദൈവം അറിയുന്നു. അതായത് എൻ്റെ ഭൂതവും ഭാവിയും ഞാൻ എത്ര പുറംപൂച്ച് അഭിനയിച്ചാലും ഇപ്പോൾ ഞാൻ ആയിരിക്കുന്ന അവസ്ഥയെ അതുപോലെ തിരിച്ചറിയുന്ന, മനസ്സിലാക്കുന്ന ദൈവം. എവിടെ ഒളിച്ചാലും ദൈവത്തിൽ നിന്ന് മറഞ്ഞിരിക്കുക അസാധ്യം. ആദത്തെയും ഹവ്വായെയും ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കിയ സ്നേഹം, വീഴ്ചകളിലും തള്ളിക്കളയാത്ത സ്നേഹം, നന്മതിന്മകളുടെ ഫലം ഭക്ഷിച്ച ആദി മാതാപിതാക്കൾ കൈനീട്ടി നിത്യജീവന്റെ വൃക്ഷത്തിൽ നിന്നുകൂടെ ഭക്ഷിച്ച് നിത്യനാശത്തിലാകാതിരിക്കാൻ ഏദനിൽ നിന്ന് അവരെ പുറത്താക്കി. ദൈവത്തിൽ മാത്രം ഒതുങ്ങിയിരുന്ന നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവ് തട്ടിപ്പറിച്ച് പർദീസായുടെ നിഷ്കളങ്കാവസ്ഥ നഷ്ടമാക്കി നഗ്നത തിരിച്ചറിഞ്ഞ് പാപാവസ്ഥയിൽ അകപ്പെട്ടു പോയ ആദ്യ മാതാപിതാക്കൾ ജീവന്റെ വൃക്ഷത്തിൽ നിന്നുകൂടി കയ്യെത്തി പഴം പറിച്ച് ഭക്ഷിച്ച് പാപാവസ്ഥയിൽ അമർത്യത പൂകി സാത്താന്യ ഗണത്തിൽ എണ്ണപ്പെടാതിരിക്കാനാണ് ദൈവം അവരെ പുറത്താക്കി കെരൂബുകളെ കാവൽ നിർത്തിയത്. ദൈവത്തിന്റെ വീണ്ടെടുപ്പ് പദ്ധതി പോലും വിലങ്ങ് തടിയായേക്കാവുന്ന സാത്താന്റെ അടുത്ത കുതന്ത്രം ഇതാകുമെന്ന് ദൈവം മനസ്സിലാക്കിക്കൊണ്ടാണ് അവരെ പർദീസായിൽ നിന്നും പുറത്താക്കി ദൈവം അവരെ സ്നേഹം നമ്മളെ അറിയിച്ചത്. ഹാഗാറിനെ വ്യക്തിപരമായി അറിയുന്ന, മനസ്സിലാക്കുന്ന, സ്നേഹിക്കുന്ന ദൈവം. ഉൽപ്പത്തി 16:8 നമ്മൾ കാണുന്നു, ദൂതൻ അവളോട് ചോദിച്ചു, സാറായിയുടെ ദാസിയായ ഹാഗാറെ, നീ എവിടെ നിന്ന് വരുന്നു, എങ്ങോട്ട് പോകുന്നു? ഹാഗാറിനെ വ്യക്തിപരമായി അറിയുന്ന ദൈവം. അവളുടെ പേരും യജമാനത്തിയുടെ പേരും അറിയാവുന്ന ദൈവത്തിന് അവൾ എവിടെ നിന്ന് വരുന്നെന്നും എവിടേക്ക് പോകുന്നെന്നും അറിയാൻ പാടില്ലാഞ്ഞിട്ടല്ല അവളോട് അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചത്. ദൈവം എല്ലാം അറിയുന്നു എന്ന തിരിച്ചറിവ് സ്വയം ഉണ്ടാവേണ്ടതാണെന്നും അത്
ഏറ്റു പറയേണ്ടതാണെന്നുമുള്ള ഒരു താക്കീതും അവിടെ ഉണ്ട് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. പൂർവ്വ ജോസഫിനെ വ്യക്തിപരമായി അറിയുന്ന സ്നേഹിക്കുന്ന ദൈവം. ഉൽപ്പത്തി 45:7. നിങ്ങൾക്ക് ഭൂമിയിൽ സന്തതികളെ നിലനിർത്താനും വിസ്മയകരമായ രീതിയിൽ രക്ഷ നൽകാനും വേണ്ടി ദൈവം എന്നെ നിങ്ങൾക്ക് മുൻപേ ഇങ്ങോട്ട് അയച്ചതാണ്. കഷ്ടതകൾക്കിടയിലൂടെ ദൈവപരിപാലനെ തിരിച്ചറിയുന്ന ഒരു വ്യക്തിക്കും മറ്റുള്ളവരുടെ കുറവുകളിലേക്ക് കണ്ണു നട്ടിരിക്കാൻ കഴിയില്ല എന്ന് പൂർവ്വ ജോസഫ് തെളിയിച്ചു തരികയാണ്. എങ്കിലും നിങ്ങൾ എന്നോട് അങ്ങനെയൊക്കെ ചെയ്തല്ലോ എന്ന് പരിഭവം പറയാമായിരുന്ന അവസരത്തിൽ പോലും ദൈവത്തിന്റെ പദ്ധതിയെക്കുറിച്ചും അവിടുത്തെ സ്നേഹത്തെക്കുറിച്ചും കരുതലിനെ കുറിച്ചും മാത്രം എടുത്തു പറയുന്ന ജോസഫ് ദൈവസ്നേഹ അനുഭവത്തിന്റെ നിറകുടമാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. മോശയെ നന്നായി അറിയുന്ന ദൈവം. പുറപ്പാട് 33:17. കർത്താവ് മോശയോട് പറഞ്ഞു, നീ ആവശ്യപ്പെട്ട ഈ കാര്യവും ഞാൻ ചെയ്യും. എന്തെന്നാൽ നീ എൻ്റെ പ്രീതി നേടിയിരിക്കുന്നു, നിന്നെ എനിക്ക് നന്നായി അറിയാം. അങ്ങ് ഞങ്ങളോടൊത്ത് യാത്ര ചെയ്യുമെങ്കിൽ ഞാനും അങ്ങയുടെ ജനവും ഭൂമുഖത്തുള്ള എല്ലാ ജനതകളിൽ നിന്ന് വ്യത്യസ്തരായിരിക്കുമെന്ന് മോശ ദൈവത്തോട് ജനുങ്ങുമ്പോൾ ദൈവം നൽകുന്ന മറുപടിയാണിത്. ദൈവം തിരഞ്ഞെടുപ്പ് നടത്തുമ്പോൾ ഒരുവന്റെ എല്ലാ ബലഹീനതകളും നന്നായി അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ആ തിരഞ്ഞെടുപ്പ് നടത്തുന്നതെന്ന് ഇവിടെ വ്യക്തം. ഇസ്രായേൽ ജനത്തിന്റെ കൂടെ നടക്കുന്ന, പരിപാലിക്കുന്ന, സ്നേഹിക്കുന്ന ദൈവം. പുറപ്പാട് 16:35 നമ്മൾ ഇങ്ങനെ കാണുന്നു. ഇസ്രായേൽക്കാർ മനുഷ്യവാസമുള്ള സ്ഥലത്ത് എത്തുന്നത് വരെ 40 വർഷത്തേക്ക് മന്ന ഭക്ഷിച്ചു. കാനാൻ ദേശത്തിന്റെ അതിർത്തിയിൽ എത്തുന്നത് വരെ മന്നയാണ് അവർ ഭക്ഷിച്ചത്. അനുഗ്രഹങ്ങളുടെ നടുവിൽ നിന്നുകൊണ്ടും മറുതലിക്കുന്ന ജനത്തിന്റെ പിന്നാലെ നടന്ന് സ്നേഹിക്കുന്ന ഒരു ദൈവത്തിന്റെ ചിത്രമാണ് നാം ഇവിടെ കാണുന്നത്. ചൂടിൽ തളരാതെ പകൽ മേഘസ്തംഭവും രാത്രിയിൽ വിറങ്ങലിക്കാതെ അഗ്നിസ്തംഭവും നൽകി, മന്നായും കാടാപക്ഷിയും നൽകി കൂടെ നടന്ന് സംരക്ഷിക്കുന്ന അലിവാർന്ന ദൈവത്തിന്റെ ഇടപെടലിന്റെ ആഴം തിരിച്ചറിയാൻ ഇസ്രായേൽ ജനത്തിനായില്ല. അവർ സുരക്ഷിതമായ സ്ഥലത്ത് പെടുന്നത് വരെ അവർക്ക് വേണ്ടതെല്ലാം നൽകി അവരെ സമൃദ്ധിയിൽ നിലനിർത്തുന്ന ദൈവത്തിന്റെ സ്നേഹം. മറുതലിച്ചിട്ടും പിന്നാലെ നടന്ന് സ്നേഹിക്കുന്ന ദൈവം. പുറപ്പാടിന്റെ തിക്തതയിൽ മുറുമുറുക്കുന്ന ജനത്തിന് കുറവുകൾ കൂടാതെ സംരക്ഷിക്കുന്ന, കൂടെ നടക്കുന്ന ദൈവം. ജോഷുവയുടെ കൂടെ സഞ്ചരിക്കുന്ന ദൈവം. ജോഷുവ 1:5. നിന്റെ ആയുഷ്കാലത്തിൽ ഒരിക്കലും ആർക്കും നിന്നെ തോൽപ്പിക്കുവാൻ സാധിക്കുകയില്ല. ഞാൻ മോശയുടെ കൂടെ എന്ന പോലെ നിന്നോട് കൂടെയും ഉണ്ടായിരിക്കും. മോശയുടെ മരണത്തിന് ശേഷം നൂനിന്റെ പുത്രനായ ജോഷുവയോട് കർത്താവ് അരുളി ചെയ്തു, നീയും ജനം മുഴുവനും തയ്യാറായി ജോർദാൻ കടന്ന് ഞാൻ നൽകുന്ന ദേശത്തേക്ക് പോകുക. നിങ്ങൾ കാലുകുത്തുന്ന ദേശമെല്ലാം നിങ്ങൾക്ക് സ്വന്തമായിരിക്കുമെന്ന് ദൈവം അവനോട് പറയുന്ന ഭാഗത്താണ് ജോഷുവയോട് ദൈവം അവനെ ശക്തനാക്കുന്ന വചനങ്ങൾ പറയുന്നത്. ഒരിക്കലും ജോഷുവയെ കൈവിടില്ലെന്നും ശക്തനും ധീരനുമായിരിക്കുക എന്നും ദൈവം അവനോട് ആഹ്വാനം ചെയ്യുകയാണ്. സങ്കീർത്തനം 139:16 നമ്മൾ കാണുന്നു, എല്ലാ മനുഷ്യരെയും വ്യക്തിപരമായി അറിയുന്ന, കാണുന്ന ദൈവം. എനിക്ക് രൂപം ലഭിക്കുന്നതിന് മുൻപ് തന്നെ അവിടുത്തെ കണ്ണുകൾ എന്നെ കണ്ടു. എനിക്ക് നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള നാളുകൾ ഉണ്ടാവുന്നതിന് മുൻപേ തന്നെ അങ്ങയുടെ പുസ്തകത്തിൽ അവ എഴുതപ്പെട്ടു. തന്റെ ഉള്ളം കയ്യിൽ രേഖപ്പെടുത്താൻ തക്കവിധം നമ്മെ സ്നേഹിക്കുന്ന ദൈവം. യെശയ്യാ 49:16. ഇതാ ഇന്നെ ഞാൻ എൻ്റെ ഉള്ളം കയ്യിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. നല്ല പദ്ധതി ഒരുക്കുന്ന സ്നേഹം. ജെറമ്യാ 29:11. കർത്താവ് അരുളി ചെയ്യുന്നു, നിങ്ങളെ കുറിച്ചുള്ള പദ്ധതി എൻ്റെ മനസ്സിലുണ്ട്, നിങ്ങളുടെ നാശത്തിനല്ല ക്ഷേമത്തിനുള്ള പദ്ധതിയാണ്, നിങ്ങൾക്ക് ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി. തിക്തമായ അനുഭവങ്ങൾ ദൈവത്തിന്റെ വെട്ടിയൊരുക്കലാണെന്ന് തിരിച്ചറിയുന്നിടത്താണ് അവിടുത്തെ പദ്ധതിയുടെ ശക്തി നാം മനസ്സിലാക്കുന്നത്. നാശത്തിനുള്ള പദ്ധതി എന്ന് തെറ്റിദ്ധരിച്ചേക്കാവുന്ന സംഭവങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ വലിയ കാര്യങ്ങൾക്കായി നമ്മെ ഒരുക്കുന്ന ദൈവത്തിന്റെ സ്നേഹം മറഞ്ഞിരിക്കുന്നത് നാം തിരിച്ചറിയണം.
അനുകമ്പയുള്ള ദൈവം. ദൈവത്തിന്റെ പദ്ധതിക്ക് വിപരീതമായി പ്രവർത്തിച്ച യോനായെ ദൈവഹിതത്തിൽ നിന്നും യോഗ്യനാക്കി തീർത്ത ദൈവത്തിന്റെ കരുണയുടെ ആഴം തിരിച്ചറിഞ്ഞ യോന പറയുന്നു, യോന 4:2, അവിടുന്ന് ദയാലുവും കാരുണ്യവാനും ക്ഷമാശീലനും സ്നേഹനിധിയും ശിക്ഷിക്കുന്നതിൽ വിമുഖനുമാണെന്ന് ഞാൻ അറിഞ്ഞിരുന്നു. അനന്തവും അചഞ്ചലവുമായ സ്നേഹം. ജെറമ്യ 31:3, വിദൂരത്തിൽ നിന്ന് കർത്താവ് അവന് പ്രത്യക്ഷനായി അരുളി ചെയ്തു, എനിക്ക് നിന്നോടുള്ള സ്നേഹം അനന്തമാണ്, നിന്നോടുള്ള വിശ്വസ്തത അചഞ്ചലവും. അനന്തമായ സ്നേഹത്തിനുടമയായ ദൈവം, അചഞ്ചലമായ വിശ്വസ്തയുടെ ഉടയവൻ, അവർണ്ണീയമായ സ്നേഹത്തിനുടയായ ദൈവം, എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്ന ദൈവം. ജെറമ്യ 23:24, എനിക്ക് കാണാൻ കഴിയാത്ത വിധം ആരെങ്കിലും രഹസ്യ സങ്കേതങ്ങളിൽ ഒളിക്കാൻ സാധിക്കുമോ? സ്വർഗവും ഭൂമിയും നിറഞ്ഞു നിൽക്കുന്നവനല്ലേ ഞാൻ? കർത്താവാണ് ഇത് ചോദിക്കുന്നത്. ആൽഫയും ഒമേഗയുമായ ദൈവം, ആദ്യനും അന്ത്യനുമായവൻ, അവനിൽ നിന്നും ഒളിഞ്ഞിരിക്കുവാൻ വെറും സൃഷ്ടിയായ മനുഷ്യന് കഴിയുമോ? അമ്മയെ പോലെ നമ്മെ അറിയുന്ന, സ്നേഹിക്കുന്ന, മനസ്സിലാക്കുന്ന ദൈവം. യെശയ്യാ 49:15, മുല കുടിക്കുന്ന കുഞ്ഞിനെ അമ്മയ്ക്ക് മറക്കാനാവുമോ? പുത്രനോട് പെറ്റമ്മ കരുണ കാണിക്കാതിരിക്കുമോ? അവൾ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല. മുല കുടിക്കുന്ന കുഞ്ഞിനെ മനസാക്ഷിയുള്ള ഒരു അമ്മയ്ക്ക് മറക്കാൻ കഴിയില്ലല്ലോ. അവൾ മറന്നാലും മറക്കാത്ത സ്നേഹമാണ് ദൈവത്തിന്റെ സ്നേഹമെന്ന് പ്രവാചക വചനം നമ്മോട് പറയുകയാണ്. മാതാപിതാക്കൾ മക്കളെ സ്നേഹിക്കുന്നതിൽ അധികമായി ദൈവം നമ്മെ സ്നേഹിക്കുന്നു. എങ്ങനെയാണ് മാതാപിതാക്കൾ മക്കളെ സ്നേഹിക്കുന്നത്? കരങ്ങളിലെടുത്ത് മാറോട് ചേർത്ത് പിടിച്ച് മുത്തം നൽകി സ്നേഹിക്കുന്നു. ഹോസിയ 11:3 നമ്മൾ കാണുന്നു, ഞാൻ അവരെ എൻ്റെ കരങ്ങളിൽ എടുത്തു. യെശയ്യാ 40:11, അവിടുന്ന് ആട്ടിൻകുട്ടികളെ കരങ്ങളിൽ ചേർത്ത് മാറോടണച്ച് തള്ളയാടുകളെ സാവധാനം നയിക്കുന്നു. ദൈവത്തിന്റെ അപരിമേയ സ്നേഹം ഇസ്രായേൽ ജനം തിരസ്കരിച്ചപ്പോൾ ഹോസിയായിലൂടെ വിലപിക്കുന്ന ദൈവത്തിന്റെ സ്വരമാണ് നാം ഇവിടെ കേൾക്കുന്നത്. കൈവെള്ളയിൽ കൊണ്ടു നടന്ന് മാറോടണയ്ക്കുന്ന ദൈവസ്നേഹം. സ്വയം നടക്കാൻ കഴിവുള്ളവരാകുന്നത് വരെ കൈ പിടിച്ച് നടത്തി സ്നേഹിക്കുന്നു. അതാണ് ഹോസിയ പറയുന്നത്. ഹോസിയ 11:3, എബ്രാഹിമിനെ നടക്കാൻ പഠിപ്പിച്ചത് ഞാനാണ്. യെശയ്യാ 30:21, നീ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ നിന്റെ കാതുകളുടെ പിന്നിൽ നിന്ന് ഒരു സ്വരം ശ്രവിക്കും. ഇതാണ് വഴി, ഇതിലേ പോവുക. നടക്കാൻ പഠിക്കുന്നതും നേർവഴിയിൽ നടത്തുന്നതും അവിടെ നിന്നാണെന്നാണ് ഈ വചനങ്ങൾ നമ്മോട് മന്ത്രിക്കുന്നു. ഹോസിയ 14:4, ഞാൻ കുനിഞ്ഞ് അവർക്ക് ഭക്ഷണം നൽകി. സ്വയം ഭക്ഷണം കഴിക്കാൻ കഴിവുള്ളവരാവുന്നത് വരെ ഭക്ഷണം വായിൽ വെച്ചു നൽകി സ്നേഹിക്കുന്നു. ഭാരം നീക്കി കരുണയും സ്നേഹവും നിറച്ച് ഇസ്രായേൽ ജനത്തിന് കുനിഞ്ഞ് ഭക്ഷണം നൽകുന്ന ദൈവം, നിസ്സഹായയുടെ നടുവിൽ തന്റെ കരത്താൽ താങ്ങി നടത്തുന്ന ദൈവസ്നേഹം. ദൈവം ആരെയാണ് ഏറ്റവും അധികം സ്നേഹിക്കുന്നത്? നന്മ ചെയ്യുന്നവരെ, പാപികളെ, പാപത്തിൽ നിന്ന് പിന്തിരിയുന്നവരെ, ഒരിക്കലും പാപം ചെയ്യാത്തവരെ. ദൈവം സ്നേഹമായതുകൊണ്ടും ദൈവം പരിപൂർണനായതുകൊണ്ടും പരിപൂർണതയ്ക്ക് കൂടാനോ കുറയാനോ കഴിയാത്തത് കൊണ്ടും ദൈവത്തിന്റെ സ്നേഹത്തിന് വ്യവസ്ഥകളില്ല. ദൈവം എല്ലാവരെയും ഒരുപോലെ സ്നേഹിക്കുന്നു. ദൈവം എന്നെ വ്യക്തിപരമായി വ്യവസ്ഥകളില്ലാതെ ഇപ്പോൾ ഞാൻ ആയിരിക്കുന്ന അവസ്ഥയിൽ സർവശക്തിയോടും കൂടെ സ്നേഹിക്കുന്നു. ഈ സ്നേഹം ഞാൻ അനുഭവിച്ചറിയണമെന്നും മറ്റുള്ളവരുമായി പങ്കുവച്ച് ജീവിക്കണമെന്നും ദൈവം ആഗ്രഹിക്കുന്നു. എല്ലാവരും സഹോദരർ. ഭൂമി പൊതുഭവനം പ്രത്യേലിത്തൂത്തി ലോകത്തിലുള്ള എല്ലാ മനുഷ്യരെയും ഒരുപോലെ കാണണമെന്നും എല്ലാവരും സഹോദരരാണെന്നും ഭൂമി പൊതുഭവനമാണെന്നും
ഭൂമിയിലെ സമ്പത്തെല്ലാം എല്ലാവർക്കും ഒരുപോലെ അവകാശപ്പെട്ടതാണെന്ന് നമുക്ക് ആധികാരികതയോടെ പറയാൻ കത്തോലിക്ക സഭയുടെ പാരമ്പര്യ അധ്യക്ഷത്തിനായി ഇരുന്നവനും തന്റെ ജീവിതം കൊണ്ട് സാക്ഷ്യം നൽകുകയും ചെയ്ത ഫ്രാൻസിസ് മാർപ്പാപ്പയല്ലാതെ മറ്റാർക്കത് പറയാൻ സാധിക്കും? ദൈവം എല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. ദൈവസ്നേഹത്തെക്കുറിച്ച് ആഴമായും മനോഹരമായും സ്ലൈഡ് പ്രസന്റേഷൻ നടത്തുകയും ദൈവം നമ്മെ എങ്ങനെയൊക്കെ സ്നേഹിക്കുന്നുവെന്ന് പഴയ നിയമത്തിലൂടെ കാണിച്ചു തരികയും ചെയ്ത മേഴ്സി ആന്റിക്ക് ഒത്തിരി നന്ദി. അടുത്തതായി നമുക്കുള്ളത് കുറച്ച് അനൗൺസ്മെന്റ്സ് ആണ്. സബ് ഗ്രൂപ്പ് മീറ്റിംഗിൽ എല്ലാവരും പങ്കെടുക്കാൻ ശ്രദ്ധിക്കണമെന്ന് അപേക്ഷിക്കുന്നു. എല്ലാ ദിവസവും സബ് ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യപ്പെടുന്ന വേർഡ് ഓഫ് ദ ഡേ നിങ്ങളെ എങ്ങനെ സ്പർശിച്ചുവെന്ന് ഒരു വോയിസ് മെസ്സേജായി നിങ്ങളുടെ സബ് ഗ്രൂപ്പിൽ എല്ലാവരും പോസ്റ്റ് ചെയ്യണം. ഓൺലൈനിൽ നടത്തപ്പെടുന്ന പ്രിലിമിനറി കോഴ്സ് 8 ക്ലാസ്സുകൾ മാത്രമുള്ളതാണ്. ഏകദേശം 34 ക്ലാസ്സുകൾ ഉള്ള ഫുൾ മിസിയോ കോഴ്സ് മെയ് മാസം 19 മുതൽ 24 വരെയും ജൂൺ മാസം 16 മുതൽ 21 വരെയും കറൂറ്റി മിസിയോ ഭവനിൽ ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്. പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ 90154230 എന്ന നമ്പറിലോ 7012574557 എന്ന ഫോൺ നമ്പറിലോ ബന്ധപ്പെടുക. നമ്പറുകൾ ഒന്നുകൂടി വായിക്കുന്നു: 9061954230 അല്ലെങ്കിൽ 7012574557. ഏതാനും സീറ്റുകൾ ബാക്കിയുണ്ട്. മിസിയോ ഭവനിൽ 1-2 ദിവസം വന്ന് താമസിച്ച് നിത്യാരാധനയിൽ ഇരുന്ന് ഭാരത മിഷനു വേണ്ടി പ്രാർത്ഥിക്കുവാൻ തയ്യാറുള്ളവർ ദയവായി അറിയിക്കുക. കുടുംബമായോ അല്ലാതെയോ വരാവുന്നതാണ്. നിങ്ങളുടെ ഇടവകകളിൽ കുടുംബ യൂണിറ്റ് നേതൃത്വങ്ങൾക്കും മതാധ്യാപകർക്കും ഒക്കെയായി വികാരിയച്ഛന്റെ അനുവാദത്തോടെ മിസിയോ ഫുൾ കോഴ്സ് സംഘടിപ്പിച്ചാൽ മിസിയോ ടീം അവിടെ എത്തി കോഴ്സ് നടത്തി തരുന്നതാണെന്ന് അറിയിക്കുന്നു. മിസിയോ വൈബ്സ് നമ്മുടെ കുടുംബത്തിൽ നിന്ന് എല്ലാ മാസവും മലയാളത്തിലും ഇംഗ്ലീഷിലും പബ്ലിഷ് ചെയ്യപ്പെടുന്ന ഓൺലൈൻ ന്യൂസ് ലെറ്റർ ആണ്. PDF ഫയൽ ആയിട്ടാണ് നിങ്ങൾക്കത് ലഭിക്കുക. നമ്മൾ ഒരു മിഷൻ ആണെന്ന ബോധ്യം നൽകാൻ ഉതകുന്ന അതിൽ വരുന്ന ലേഖനങ്ങൾ ഒക്കെയും എല്ലാവരും വായിക്കാൻ പരിശ്രമിക്കണേ. അനോണിമസ് ആയി യാതൊരു മെസ്സേജുകൾക്കും ആരും റെസ്പോണ്ട് ചെയ്യരുത്. മിസിയോ കുടുംബത്തിൽ നിന്ന് പണസംബന്ധമായി ഒരു കാര്യത്തിനും ആരും നിങ്ങളെ വിളിക്കില്ല. അത്തരം കോളുകളോ മെസ്സേജുകളോ ലഭിച്ചാൽ ഉത്തരവാദിത്തപ്പെട്ടവരെ ഉടനെ വിവരം അറിയിക്കുകയും നമ്പർ ബ്ലോക്ക് ചെയ്യുകയും വേണമെന്ന് അറിയിക്കുന്നു. മിസിയോ കുടുംബത്തിൽ നിന്ന് പണി കഴിക്കുന്ന 3ാമത്തെ ഭവന നിർമ്മാണം അതിന്റെ പൂർണ്ണതയിൽ എത്തിക്കൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഓർക്കണേ. അടുത്തതായി വൈൻഡ് അപ്പ് സെഷൻ ആണ്. സാധാരണ നമുക്ക് വൈൻഡ് അപ്പ് സെഷൻ ചെയ്യുന്നത് ആലിസുട്ടി ആന്റി ആണ്. പക്ഷെ ഇന്ന് വൈൻഡ് അപ്പിന് വേണ്ടി ആലിസുട്ടി ആന്റി അസൈൻ ചെയ്തിരിക്കുന്നത് നമ്മുടെ വത്സമ്മ ആന്റിനെയാണ്. അതുകൊണ്ട് ഏറ്റവും സ്നേഹത്തോടെ വൈൻഡ് അപ്പ് സെഷന് വേണ്ടി വത്സമ്മ ആന്റിയെ സ്വാഗതം ചെയ്യുന്നു. ദൈവത്തിന് സ്തുതി. താങ്ക് യു മരിയ. താങ്ക് യു ആലിസ് ചേച്ചി എന്നെ ഈ ഒരു ചുമതല ഏൽപ്പിച്ചതിന്. നമ്മള് ഇന്ന് നമ്മളോട് സംസാരിച്ചവരൊക്കെ അവര് ഈ മിസിയോടെ ഈ കോഴ്സിലൂടെ അവർക്ക് ലഭിച്ച ദൈവ അനുഭവം പങ്കുവെക്കുകയായിരുന്നു. അത് നമുക്ക് ലഭിച്ച ദൈവാനുഭവം മറ്റുള്ളവരുമായി പങ്കുവെക്കണം എന്നുള്ള ബോധ്യം ലഭിച്ചത് കൊണ്ടാണ് ഇന്ന് അവര് ഈ ദൈവസ്നേഹം നമ്മളുമായി പങ്കുവെച്ചത്. ദൈവസ്നേഹത്തെ കുറിച്ചാണ് നമ്മൾ ഇന്ന് കൂടുതൽ മനസ്സിലാക്കിയത്. ഞാൻ വിചാരിക്കും ഒരുപാട് സന്തോഷം തോന്നുന്നു. കാരണം നമ്മുടെ MC മരിയ കണ്ടോ, എത്ര ചെറിയ കുട്ടിയാണ്. ഈ പ്രായത്തിൽ പോലും, ഈ പ്രായത്തിലെ ലൗകിക കാര്യങ്ങളിലൊക്കെ മറ്റുള്ളവരൊക്കെ മുഴുകിയിരിക്കുമ്പോൾ ഈ നല്ല വിലപ്പെട്ട സമയം ഈശോയുടെ വേലയ്ക്ക് വേണ്ടി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ ഇന്ന് അനുഭവം പങ്കുവെച്ച നമ്മുടെ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ ഓർഡിനേഷൻ കഴിഞ്ഞിട്ട് 1 വർഷമേ പൂർത്തിയായിട്ടുള്ളൂ. അപ്പോഴത്തേക്കും ഈ ഒരു കോഴ്സ് കൂടി ദൈവസ്നേഹ
തിരിച്ചറിയാൻ തുടങ്ങി എന്നുള്ളതാണ് ദൈവത്തിന്റെ ഇടപെടൽ. അത് അവിടെ ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ ഈശോയിൽ പൂർണ്ണമായി ആശ്രയിച്ചുകൊണ്ട് ദൈവസ്നേഹം അനുഭവിച്ചത് പല സന്ദർഭങ്ങളുണ്ട്. അതിൽ ചില കാര്യങ്ങൾ മാത്രം നമ്മളോട് പങ്കുവയ്ക്കുകയായിരുന്നു. അപ്പൊ ഇവിടെ ഈ ഒരു കോഴ്സ് അതുപോലെ തന്നെ നമുക്കറിയാം, പിന്നെ ലിസമ്മ ചേച്ചിയും അതുപോലെ സ്ലൈഡ് പ്രസന്റേഷനിലൂടെ മേഴ്സിയും ഒക്കെ ദൈവസ്നേഹത്തിന്റെ ആഴവും പരപ്പും ഒക്കെ നമുക്കൊന്ന് മനസ്സിലാക്കി തരാൻ ശ്രമിക്കുമായിരുന്നു. അപ്പൊ ഈ ഒരു കോഴ്സ് അത് നമുക്കറിയാം, ഈ 2 തിമോത്തി 2:2 പറയുന്നത് പോലെ അനേക സാക്ഷികളുടെ മുമ്പിൽ വെച്ച് നിങ്ങൾ എന്നിൽ നിന്നും കേട്ടവ മറ്റുള്ളവരും കൂടി പഠിപ്പിക്കാൻ തയ്യാറായിട്ടുള്ള അല്ലെങ്കിൽ കഴിവുള്ള വ്യക്തികൾക്ക് പകർന്നു കൊടുക്കുക എന്നുള്ളതാണ്. അപ്പൊ ആ ഒരു പരിശീലനമാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ അത് മറ്റുള്ളവർക്ക് എന്താണ് കൊടുക്കേണ്ടത് എന്നറിയണമെങ്കിൽ ഈ സുവിശേഷം നമ്മൾ കേൾക്കണം. നമ്മൾ ആദ്യം നമ്മളെ തന്നെ സുവിശേഷവൽക്കരിക്കണം. സുവിശേഷവൽക്കരിക്കപ്പെട്ടവർക്ക് മാത്രമേ മറ്റുള്ളവരെ സുവിശേഷവൽക്കരിക്കാൻ സാധിക്കുകയുള്ളൂ. ഇപ്പം എന്താണ് കറി വെക്കേണ്ടതെന്ന് പറഞ്ഞാല് നമുക്ക് കറി വെക്കാൻ പറ്റുള്ളൂ, അല്ലേ? അപ്പൊ എന്താണ് കൊടുക്കേണ്ടതെന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കിയാലേ കൊടുക്കാൻ പറ്റുള്ളൂ. അതാണ് നമ്മളിവിടെ ചെയ്യുന്നത്. എന്താണ് നമ്മൾ കൊടുക്കേണ്ടത്? അപ്പൊ പ്രാരംഭ സുവിശേഷ പ്രഘോഷണത്തിന്റെ അടിസ്ഥാന സന്ദേശങ്ങൾ മനസ്സിലാക്കുകയാണ് നമ്മൾ ഈ പ്രിലിമിനറി കോഴ്സിലൂടെ. അപ്പൊ അതില് ആദ്യത്തെ വിഷയമായ ദൈവസ്നേഹത്തെ കുറിച്ചാണ് നമ്മൾ ഇന്ന് മനസ്സിലാക്കിയത്. ഈ ദൈവസ്നേഹത്തെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ദൈവം നമ്മളെ സ്നേഹിക്കുന്നു, ദൈവസ്നേഹം തന്നെയാണ്. ദൈവം നമ്മളെ വ്യക്തിപരമായ വ്യവസ്ഥകളൊന്നും ഇല്ലാതെ നമ്മൾ ആയിരിക്കുന്ന അവസ്ഥയിൽ സ്നേഹിക്കുന്നു. നമ്മൾ ആരുമായിക്കൊള്ളട്ടെ, അല്ലെ, ഡോക്ടർ ആയിക്കോട്ടെ, കമ്പൗണ്ടർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഓഫീസർ ആയിക്കോട്ടെ, പ്യൂൺ ആയിക്കോട്ടെ, മുക്കുവനായിക്കോട്ടെ, കർഷകനായിക്കോട്ടെ, പൈലറ്റ് ആയിക്കോട്ടെ, അല്ലെ, ഏത് മേഖലയിൽ പ്രവർത്തിക്കുന്നവരുമായിക്കൊള്ളട്ടെ, അതുപോലെ തന്നെ നമ്മൾ വലിയ പാപം ചെയ്ത് ദൈവത്തിൽ നിന്ന് അകന്നിരിക്കുന്നവരാണോ, അല്ലെങ്കിൽ പട്ടിണിയിൽ കഴിയുന്നവരാണോ, രോഗാവസ്ഥയിലാണോ, ഒന്നും വ്യത്യാസമില്ലാതെ, അല്ലെ, ഒരു വ്യത്യാസമില്ല, എല്ലാവരെയും ദൈവം സ്നേഹിക്കുന്നു. ഒരു കാര്യം ഇങ്ങനെ ചോദിക്കുകയാണെങ്കിൽ, അതായത് ദൈവം ആരെയാണ് കൂടുതൽ സ്നേഹിക്കുന്നത്? പാപികളെയാണോ, അതോ നീതിമാന്മാരെയാണോ, അതോ പാപത്തെക്കുറിച്ച് അനുദപിച്ച് തിരിച്ചു വരുന്നവരെയാണോ? അതിന് ഉത്തരം തേടി നിങ്ങൾ വിഷമിക്കുകയൊന്നും വേണ്ട. നമ്മുടെ ബഹുമാനപ്പെട്ട അച്ഛൻ തന്റെ അനുഭവ സാക്ഷ്യത്തിൽ പറഞ്ഞ ദൈവം എല്ലാവരെയും ഒരേപോലെ സ്നേഹിക്കുന്നു. കടൽ പോലെ ഇങ്ങനെ കിടക്കുകയാണ്, അല്ലെ, ദൈവത്തിന്റെ സ്നേഹം. നമ്മൾ വലിയ പാത്രം കൊണ്ടുപോയി കോരിയെടുക്കണം. അല്ലെങ്കിൽ വലിയ മഴ ഇങ്ങനെ കോരി ചൊരിഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? വലിയ പാത്രം ഇങ്ങനെ തുറന്നു വെച്ച് ആവോളം വെള്ളം പിടിക്കണം. അതുപോലെയാണ് ഈ ദൈവസ്നേഹത്തെ കുറിച്ച് ഈ ആഴ്ച മുഴുവനും നമ്മൾ കേൾക്കും. സബ് ഗ്രൂപ്പുകളിൽ നമ്മുടെ പ്രിയപ്പെട്ട മെന്റേഴ്സ് ഒക്കെ ഇങ്ങനെ വേർഡ് ഓഫ് ദി ഡേ വചനം വിചിന്തനത്തിനൊക്കെ ഇട്ടുതരും, ദൈവസ്നേഹത്തെ കുറിച്ചുള്ള വചനം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഈ ഒരാഴ്ചയിൽ ഇതെല്ലാം നമ്മൾ കൂടുതൽ കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കി ദൈവത്തിന്റെ സ്നേഹത്തെ കുറിച്ച് കൂടുതൽ അറിഞ്ഞിട്ട് നമ്മൾ അത് എന്ത് ചെയ്യണം? മറ്റുള്ളവരുമായിട്ട് പങ്കുവയ്ക്കാനായിട്ടുള്ള ഒരു ശ്രമം നടത്തും. മറ്റുള്ളവരുമായി ദൈവം അതാണ് ആഗ്രഹിക്കുന്നത്. ദൈവത്തിന്റെ സ്നേഹം അതിന്റെ പൂർണ്ണതയിൽ അനുഭവിക്കണമെന്നും അത് മറ്റുള്ളവരുമായി പങ്കുവയ്ക്കണമെന്നും ദൈവം ആഗ്രഹിക്കും. ഫ്രാൻസിസ് പാപ്പ അതിന്റെ അപ്പസ്തോലിക പ്രബോധനത്തില് പറയുന്നത് പോലെ ഫ്രറ്റേലി തൂത്തി, അല്ലെ, അതായത് വേൾഡ് ഫ്രറ്റേണിറ്റി, അതായത് നാം എല്ലാവരും ഒരേ പിതാവിന്റെ മക്കൾ എന്ന നിലയിൽ സഹോദരങ്ങളാണ്, ഭൂമി ഒരു കുടുംബമാണ് എന്നതുപോലെ, അല്ലെ. അപ്പൊ അതുപോലെ ദൈവസ്നേഹം പങ്കുവെച്ച് ഇങ്ങനെ ജീവിക്കണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. പക്ഷെ നമുക്ക് നമ്മളിങ്ങനെ നമ്മുടെ ഹൃദയം ആകുന്ന പാത്രം നിറഞ്ഞാൽ മാത്രമേ അതിങ്ങനെ കവിഞ്ഞ് ഒഴുകുള്ളൂ മറ്റുള്ളവരിലേക്ക്. അപ്പൊ നമ്മൾ ആദ്യം അത് നിറയ്ക്കുക, എന്നിട്ട് ഇങ്ങനെ പങ്കുവയ്ക്കാൻ ശ്രമിക്കുമ്പോൾ അവിടെ നമ്മൾ ആരെയെങ്കിലും വേലി കെട്ടി മാറ്റി നിർത്തിയിട്ടുണ്ടോ, അല്ലെങ്കിൽ അകറ്റി നിർത്തിയിട്ടുണ്ടോ? ചിലപ്പോൾ നമ്മുടെ ജീവിത പങ്കാളിക്ക് പങ്കുവെക്കാൻ പറ്റുമായിരിക്കും, അല്ലെങ്കിൽ മക്കൾക്ക് കൊടുക്കാൻ പറ്റുമായിരിക്കും, അല്ലെങ്കിൽ നമുക്ക് പ്രിയപ്പെട്ടവർക്ക് കൊടുക്കാൻ പറ്റുമായിരിക്കും. പക്ഷെ എന്നെ കിഴക്ക് ഭാഗത്തുള്ള ആ ചേച്ചിക്ക് കൊടുക്കാൻ പറ്റുന്നില്ല. കാരണം എന്താ? അവരെന്നെ കണ്ടപ്പോൾ മുഖം വീർപ്പിച്ച് കാണിച്ചു. അപ്പൊ അതൊരു ബ്ലോക്കാണ്, അല്ലെ. അപ്പൊ അങ്ങോട്ട് നമുക്ക് ഒഴുക്കാൻ പറ്റുന്നില്ല. അപ്പൊ നമുക്ക് ഈ ആഴ്ചയിൽ നമുക്ക് ഒരു പ്രത്യുത്തരം നൽകാനായിട്ട്, അതായത് ഈ സ്നേഹം നമുക്കിങ്ങനെ ഓരോ സന്ദേശങ്ങളും ഓരോ ആഴ്ചയിൽ കിട്ടുമ്പോൾ നമ്മുടെ പ്രത്യുത്തരം വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മൾ ഓരോ സന്ദേശങ്ങളും നമ്മൾ ലഭിക്കുമ്പോൾ അതിനോട് നമ്മൾ പ്രത്യുത്തരിച്ചാൽ മാത്രമേ നമുക്ക് അതിൻ്റെ ഒരു ഫലം കിട്ടുകയുള്ളൂ. അപ്പൊ അതിൻ്റെ ഈ ദൈവസ്നേഹത്തെ കുറിച്ച് നമ്മൾ അറിഞ്ഞപ്പോൾ അതിനൊരു പ്രത്യുത്തരം എന്നോണം നമ്മൾ ഈ ഒരു സ്നേഹത്തിന് പങ്കുവയ്ക്കാൻ തടസ്സമായി നിൽക്കുന്ന ഓരോ വ്യക്തികളെയും കണ്ടെത്തി അവരുമായിട്ടൊന്ന് അനുരഞ്ജനപ്പെടാനായിട്ട് നമുക്ക് ശ്രമിക്കാം.
ഏതെങ്കിലും മാർഗത്തിൽ, ഒരു ഫോൺ കോളിലൂടെയോ അല്ലെങ്കിൽ ഒരു നന്മ ആശംസിക്കുന്നതിലൂടെയോ എന്തുമായിക്കൊള്ളട്ടെ, ഒരു ഫോണിൽ ഒരു സന്ദേശം അയക്കുന്നതിലൂടെയോ അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിൽ അനുരഞ്ജനം സാധ്യമാക്കാനായിട്ട് നമുക്ക് ശ്രമിക്കാം. അവരുടെ ഒരു ഈ ആഴ്ചയിൽ നമുക്കൊരു അതിന്റെ പ്രത്യുത്തരം എന്ന പോലെ പ്രവൃത്തിയിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് പറ്റുന്ന ഒരു കാര്യം, ഇങ്ങനെയുള്ള വ്യക്തികളെ, ഇപ്പം നമ്മളെ അകറ്റി നിർത്തുന്നവരുമാകാം, അല്ലെങ്കിൽ നമ്മൾ അകറ്റി നിർത്തിയിരിക്കുന്നവരാവാം, അങ്ങനെയുള്ള വ്യക്തികളുടെ ഒരു ലിസ്റ്റൊക്കെ എഴുതി ഒന്ന് വെച്ചിട്ട് അവർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചു തുടങ്ങാം ഈ ആഴ്ചയിൽ. അങ്ങനെ നമുക്ക് ദൈവസ്നേഹത്തിന് നമുക്ക് പൂർണ്ണതയിൽ അനുഭവിക്കാൻ പറ്റുന്നുണ്ടോ, അല്ലെങ്കിൽ അത് പങ്കുവയ്ക്കാൻ പറ്റുന്നുണ്ടോ ഇല്ലയോ എന്ന് പരിശോധന നടത്താം. അതിന് ദൈവം നമ്മളെ ഓരോരുത്തരെയും ഈ ആഴ്ച മുഴുവനും അനുഗ്രഹിക്കട്ടെ, അല്ലെങ്കിൽ ഈ ആഴ്ചയിൽ അത് ചെയ്യാൻ നമ്മളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ. താങ്ക് യു വത്സമേ, താങ്ക് യു വെരി മച്ച്, വെരി ഗുഡ്. ഏതായാലും വത്സമ എന്റെ സ്റ്റുഡന്റ് ആണ് കേട്ടോ. നിങ്ങളൊക്കെ ഇങ്ങനെ എല്ലാവരും ഇപ്പൊ എന്റെ സ്റ്റുഡൻസ് ആയി. വത്സമ MA ഒക്കെ കോളേജ് പഠിച്ചപ്പോഴും എന്റെ സ്റ്റുഡന്റ് ആണ്. നല്ല മിടുക്കിയായിട്ട് ചെയ്യുന്നതിൽ നല്ല സന്തോഷം. നമ്മള് ഇപ്പോഴ് തുടങ്ങിയിരിക്കുകയാണ്. ആദ്യത്തെ വിഷയമാണ് ദൈവസ്നേഹം. അപ്പം ദൈവസ്നേഹത്തോടുള്ള നമ്മുടെ പിന്നെ ഇത് പ്രഘോഷണം, ശ്രവണം, പ്രത്യുത്തരം, ഇതെല്ലാം വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മളിപ്പം ലിസമ്മയും ജോസഫച്ചനും മേഴ്സിയും അവരെല്ലാരും ദൈവസ്നേഹത്തെ കുറിച്ചുള്ള ഒരു പ്രഘോഷണമാണ് നമ്മളോട് നടത്തിയത്. പ്രൊക്ലമേഷനിലൂടെയും ടെസ്റ്റിമണിയിലൂടെയും പ്രസന്റേഷനിലൂടെയും. ഇനി നമ്മുടെ ശ്രവണം, പ്രത്യുത്തരം അത് ഒത്തിരി പ്രധാനപ്പെട്ടതാണ്. നമ്മളുടെ ഭാഗത്തു നിന്നുള്ള റെസ്പോൺസ് വരുമ്പോഴാണ് ശരിക്കും അനുഭവത്തിലേക്ക് നമ്മൾ വരിക എന്നുള്ളത് ഓർത്താണ്. മത്സരം പറഞ്ഞു, ഭംഗിയായിട്ട് പറഞ്ഞു. അതായത് ദൈവം നമ്മളെല്ലാം എന്താ പറയാ, ദൈവത്തിന്റെ സ്നേഹം ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുക, ചൊരിഞ്ഞുകൊണ്ടിരിക്കുക, പ്രവഹിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മളിൽ അങ്ങോട്ട് നിറഞ്ഞ് കവിഞ്ഞൊഴുകി മറ്റുള്ളവരിലേക്ക് ഒഴുകി അങ്ങനെ ഭൂലോകം മുഴുവനും നമ്മളെല്ലാം ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത് ദൈവത്തിന്റെ ഈ സ്നേഹം നമ്മളിങ്ങനെ അനുഭവിച്ച് നമ്മളങ്ങോട്ട് നിറഞ്ഞിട്ട് നമ്മളുമായി ബന്ധപ്പെടുന്നിടത്തെല്ലാം ഒഴുകിയെത്താനാ. അറിയില്ലേ, വിളിവാവ് പോലെയും ഉപ്പ് പോലെയും വെളിച്ചം വിളക്ക് പോലെയും ഒക്കെ ആണെന്നല്ലേ പറഞ്ഞത്. അത് ഇങ്ങനെ എല്ലായിടത്തും പ്രസരിപ്പിക്കേണ്ടതാണ്. അപ്പം നമുക്ക് ഈ സ്നേഹത്തിന്റെ അനുഭവം നമ്മൾ പറയും. നമുക്ക് ഇലക്ട്രിസിറ്റിയുടെ കണക്ഷൻ എന്താണെന്ന് നമുക്കറിയാമല്ലോ. അതായത് കണക്ഷൻ എല്ലാം ശരിയാണെങ്കിലും ഒരു ഫ്യൂസ് പോയാൽ, ഒരെണ്ണം കത്തിപ്പോയി കഴിഞ്ഞാൽ കംപ്ലീറ്റ് ബ്ലാക്ക് ഔട്ട് ആകുകയല്ലേ. അതുപോലെ നമ്മളുമായി ബന്ധപ്പെട്ട ആരോടെങ്കിലും നമ്മൾ ആ സ്നേഹം അങ്ങോട്ട് ഒഴുകിപ്പോകുന്നതിൽ നമ്മൾ തടസ്സപ്പെടുത്തി കഴിഞ്ഞാൽ കംപ്ലീറ്റ് അങ്ങ് അടഞ്ഞു പോകും. ഇവരൊക്കെ പറഞ്ഞല്ലോ, ദൈവം നമ്മളെ എല്ലാരെയും സ്നേഹിക്കുന്നു. വ്യക്തിപരമായി വ്യവസ്ഥകളൊന്നും കൂടാതെ നമ്മൾ ആയിരിക്കുന്ന വിധം ദൈവത്തിന്റെ സർവ്വശക്തിയോടെ, അങ്ങനെയൊക്കെയല്ലേ പറഞ്ഞത്. ഈ സ്നേഹം നമ്മളെല്ലാം അനുഭവിക്കണമെങ്കിൽ നമ്മളിങ്ങനെ തുറന്നിരിക്കണം. നമ്മളിലൂടെ മറ്റുള്ളവരിലേക്ക് ഒഴുകിക്കൊണ്ടിരുന്നാലേ മുകളിൽ നിന്നുള്ള ഈ പ്രവാഹം നമ്മളിലേക്ക് വന്നുകൊണ്ടിരിക്കുകയുള്ളൂ. അതാ മത്സരം പറഞ്ഞത്. നമുക്കറിയാം, അങ്ങനെയൊക്കെ ആണെങ്കിലും ഇത് അനുഭവിക്കാനൊക്കെ പറ്റാത്ത ഗതികേടുണ്ടല്ലോ നമുക്ക്. അപ്പൊ നമുക്ക് ഈ ആഴ്ച മുഴുവനും, പിന്നെ ബൈബിളിലുള്ള എല്ലാ വചനങ്ങളും നമ്മളോടുള്ളതാണ്. ആരോട് പറഞ്ഞാലും, ഏശയോട് പറഞ്ഞാലും, ജെറമ്യയോട് പറഞ്ഞാലും, ഹാഗാറിനോട് പറഞ്ഞാലും, ആരോട് പറഞ്ഞതാണെങ്കിലും നമ്മളോടുമുള്ളതാണ്. ദൈവത്തിന് എല്ലാവരും ഒരുപോലെയാ, എല്ലാ മക്കളോടും പറയുന്നതാണ്. അപ്പൊ അതുകൊണ്ട് ഈ ആഴ്ചയിലൊക്കെ നിങ്ങൾ ഇങ്ങനെ വചനം ഓരോന്നും എഴുതുകയും പറയുകയും ഒക്കെ ചെയ്യുമ്പോൾ ഓർത്തോണം ഇത് എനിക്കുള്ളതാണ്. എന്നിട്ട് ഈ സ്നേഹം നമ്മളങ്ങോട്ട് നിറഞ്ഞു നിന്നിട്ട് നമ്മളിലൂടെ നമ്മുടെ ചുറ്റുപാടുമുള്ള എല്ലാവരിലേക്കും ഇങ്ങനെ ഒഴുകി പോകാൻ നമ്മളൊന്ന് അനുവദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം ആ സ്നേഹം കൊണ്ട് അങ്ങ് നിറയും. അപ്പം അതുകൊണ്ട് നല്ലതാ വത്സമ പറഞ്ഞതുപോലെ, എനിക്ക് സ്നേഹിക്കാൻ പറ്റാത്തവരോ, എന്നെ സ്നേഹിക്കുന്നില്ലെന്നോ, ഒഴിഞ്ഞു മാറി നടക്കുന്നവരോ, ഒഴിച്ചു മാറ്റി നമ്മൾ നടത്തുന്നവരോ, അങ്ങനെ കുറെ പേര് കാണുമല്ലോ. മരിച്ചവരോ ജീവിച്ചിരിക്കുന്നവരോ അകലെയുള്ളവരോ അടുത്തുള്ളവരോ എവിടെയാണേലും അതൊക്കെ ഇരുന്നാണ്ട് അവരുടെയൊക്കെ പേരുകള് ഒരു കടലാസിൽ അല്ലെങ്കിൽ ഒരു ബുക്കിലൊന്ന് എഴുതുന്നത് നല്ലതാണ്. നമ്മൾ എഴുതുമ്പോ തന്നെ നമ്മള് അവരെ സ്നേഹിക്കുക. ദൈവമേ, എന്നിലൂടെ അവിടുത്തെ സ്നേഹം ഈ ആളിലേക്ക് ഒഴുകി എത്തട്ടെ. അപ്പം ബ്ലോക്കുകളൊക്കെ അങ്ങോട്ട് പൊഴിഞ്ഞിട്ട് ശരിക്കും ദൈവത്തിന്റെ സ്നേഹം കൊണ്ട് നമ്മളങ്ങോട്ട് നിറയും.
ഈ ഒരാഴ്ച തന്നെ നമുക്കത് അനുഭവിച്ചറിയാനാകും. ഇവരൊക്കെ സാക്ഷ്യം പറഞ്ഞത് കേട്ടില്ലേ? ഓക്കെ, അവരുടെയൊക്കെ ജീവിതത്തില് നമുക്ക് എല്ലാവർക്കും ഉണ്ടെന്നറിയാം. അപ്പൊ ഈ ആഴ്ചയില് നിങ്ങള് പ്രേയർ പാർട്ണറെ ഒക്കെ കിട്ടുമല്ലോ. എന്താണെങ്കിലും ഈ ജീവിതകാലത്ത് നിങ്ങൾക്കുണ്ടായ ഒരു ദൈവ സ്നേഹ അനുഭവം പ്രേയർ പാർട്ണറെ കിട്ടുമ്പോ ആളോടൊന്ന് പറയണേ. പിന്നെ പറ്റുന്നിടത്തോളം എല്ലാരോടും ഒന്ന് പറയുന്നത് നല്ലതാണ്. നിങ്ങളെ കണ്ടുമുട്ടുന്നവരോടൊക്കെ ദൈവസ്നേഹത്തിന്റെ ഒരു അനുഭവം ഒന്ന് പങ്കുവെച്ച് നോക്കിയേ. ശരിക്കും നിങ്ങൾ അത്ഭുതം കാണും കേട്ടോ. അടുത്ത ശനിയാഴ്ച ക്ലാസ്സിൽ വരുമ്പോഴേക്ക് എല്ലാവരുടെയും മുഖം വളരെ പ്രകാശിച്ചിരിക്കും. നിങ്ങൾ ഈ കേൾക്കുകയൊക്കെ ചെയ്യുമ്പോൾ നിങ്ങളൊക്കെ ഒന്ന് തുറന്നിരിക്കുന്നത് കുഴപ്പമൊന്നും ഇല്ലല്ലേ? നമ്മള് അൺമ്യൂട്ട് ചെയ്യണ്ട, നിങ്ങളുടെ മുഖമൊക്കെ ഒന്ന് കാണട്ടെ. ആ പ്രജോമിയൊക്കെ നല്ല കമ്മേക്കറ്റി ഇരിപ്പുണ്ടല്ലോ. താങ്ക് യു പ്രജോമി, ഗ്രേറ്റ്. പരിചയമുള്ള മുഖങ്ങളൊക്കെ ഇങ്ങനെ കാണുമ്പോഴേ നമ്മുടെ മക്കൾ വണ്ടർഫുൾ, സൂപ്പർ. എല്ലാരും ആ വീഡിയോ ഒക്കെ ഒന്ന് തുറന്ന് ശരിക്ക് ഇപ്പൊ തന്നെ നിങ്ങളിലൂടെ നിങ്ങളുമായി ബന്ധപ്പെട്ടവരിലേക്ക് ഒഴുകട്ടെ, അങ്ങനെ ഒഴുകട്ടെ, ദൈവ സ്നേഹം ഒഴുകട്ടെ. അല്ലെ? ഒരു പാട്ടൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. Love is flowing like a river, flowing out through you and me, spreading out into the desert, setting all the captives free. Let it flow through me, let it flow through me, let the mighty love of God flow out through me. ഈ ആഴ്ചയിലൊക്കെ എല്ലാവരും ദൈവത്തിന്റെ സ്നേഹം എന്നിലേക്ക് ഞാൻ ഒഴുകിക്കൊണ്ടിരിക്കുന്നു, എന്നിലൂടെ ഞാനുമായി ബന്ധപ്പെടുന്ന എല്ലാവരിലേക്കും ഒഴുകിക്കൊണ്ടിരിക്കുന്നു. അതങ്ങനെ ഒഴുകട്ടെ, അങ്ങനെ ഒഴുകട്ടെ, ദൈവസ്നേഹം ഒഴുകട്ടെ എന്നുള്ള ഒരു സുഹൃദയമോ ഒരു പാട്ടോ എന്താണേലും കുഴപ്പമില്ല. ഈ ഒരാഴ്ച നമ്മുടെ കുടുംബത്തിലും നമ്മൾ ബന്ധപ്പെടുന്ന സാഹചര്യങ്ങളിലും ടോമിച്ച അച്ഛൻ വന്നാ പറഞ്ഞൊക്കെ എന്നോട് കേട്ടോ. ഫ്രാൻസിസ് അച്ഛൻ നമ്മളെ ആശീർവദിക്കാനായിട്ട് വരുന്നുണ്ട്. ഒത്തിരി സന്തോഷം. ഈ ഒരാഴ്ചയില് നമ്മളിലൂടെ എല്ലാം ദൈവസ്നേഹം എല്ലാവരിലേക്കും ഒഴുകി 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 നമ്മളുടെ എത്രമാത്രം ഒഴുകുന്നോ അത്രയും സ്നേഹം കൊണ്ട് നമ്മൾ നിറയും. അപ്പൊ എല്ലാവർക്കും നന്മ വരട്ടെ, ദൈവസ്നേഹം അങ്ങനെ ഒഴുകട്ടെ എന്ന് ആശംസിക്കുന്നു. ആമേൻ. ഫ്രാൻസിസ് അച്ഛന് വിട്ടു. വളരെ കാമായിട്ടും സോഫ്റ്റ് ആയിട്ടും നമുക്ക് വേണ്ടി പ്രസന്റേഷൻ വൈൻഡപ്പ് ചെയ്ത നമ്മളുടെ പ്രിയപ്പെട്ട വത്സം ആന്റിക്കും ആലിസുട്ടി ആന്റിക്കും ഒത്തിരി നന്ദി. ആലിസുട്ടി ആന്റി, പ്രത്യേകിച്ച് ആന്റിയുടെ പാട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി. അടുത്ത സെഷൻസിലും ഞങ്ങൾ ആന്റിയുടെ പാട്ട് പ്രതീക്ഷിക്കുന്നു. പണ്ടേ എന്നോട് ഒരാൾ പറഞ്ഞിട്ടുണ്ട്, എല്ലാം സഹിക്കാൻ പക്ഷെ പാട്ട് പാടിയാക്കരുതെന്ന്. അത് മറന്നിട്ടാ ഞാൻ പാടിപ്പോയത് കേട്ടോ. നല്ലതായിരുന്നു. ഞങ്ങൾക്ക് എല്ലാവർക്കും അത് ഇഷ്ടപ്പെട്ടു. ഓക്കെ, അടുത്തതായി നമ്മൾക്ക് ക്ലോസിംഗ് മെസ്സേജിനും ബ്ലെസ്സിങ്ങിനുമായി നമ്മോടൊപ്പം ഉള്ളത് സീറോ മലബാർ മിഷൻ കമ്മീഷന്റെ സെക്രട്ടറി ആയ റെവറൻഡ് ഫാദർ ഫ്രാൻസിസ് എലവന്തുങ്കലാണ്. അച്ഛനെ ഏറ്റവും സ്നേഹത്തോടെ ക്ലോസിംഗ് മെസ്സേജിനും ബ്ലെസ്സിങ്ങിനുമായി സ്വാഗതം ചെയ്യുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. താങ്ക് യു മോളെ. എല്ലാവർക്കും സുഖമൊക്കെയാണെന്ന് വിചാരിക്കുന്നു. നല്ല പാർട്ടിസിപ്പേഷനോട് കൂടിയുള്ള നമ്മുടെ ഈ പ്രോഗ്രാമിന്റെ അവസാനത്തിലേക്ക് വരുമ്പോൾ ദൈവസ്നേഹം എന്ന വിഷയത്തെ പറ്റിയാണല്ലോ നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത്, ചർച്ച ചെയ്യുന്നത്, പ്രാർത്ഥനാപൂർവ്വം കേൾക്കുന്നത്. ഞാൻ രണ്ട് പോയിന്റാണ് ഈ ദൈവസ്നേഹത്തെ പറ്റി മനസ്സിൽ വരുന്ന പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളായിട്ട് കണക്കാക്കുന്നത്. ഒന്നാമത്തത്, ഇപ്പോ നമ്മളെല്ലാവരും തന്നെ പ്രാർത്ഥിക്കുന്നവരാണ്. നമുക്കൊക്കെ ദൈവത്തോട് സ്നേഹമുണ്ട്. ദൈവത്തെ വിളിച്ചപേക്ഷിക്കുമ്പോൾ തന്നെ ഒരു പ്രത്യാശ, വിശ്വാസമൊക്കെ നമ്മൾ ദൈവത്തിൽ കൊടുക്കുന്ന വ്യക്തികളാണ്. അപ്പോ പ്രധാനപ്പെട്ട പുണ്യങ്ങളായ വിശ്വാസവും പ്രത്യാശയും നമ്മൾ ദൈവത്തിൽ കൊടുക്കുന്നു. ദൈവത്തിന് നമ്മൾ സ്നേഹവും നമ്മുടെ ആവോളം കൊടുക്കുന്നു. ദൈവം തന്നെ ആവശ്യപ്പെട്ടതാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കൽപ്പന ഏതാണെന്ന് ചോദിച്ചപ്പോൾ കൃത്യമായിട്ട് പറഞ്ഞു, നീ നിന്റെ ദൈവമായ കർത്താവിനെ നിന്റെ പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ മനസ്സോടെ പൂർണ്ണാത്മാവോടുകൂടി സ്നേഹിക്കുക. മറ്റൊരു സുവിശേഷത്തില് സർവശക്തിയോടും കൂടി സ്നേഹിക്കുക എന്നുകൂടി പറയുന്നുണ്ട്. അപ്പോൾ വളരെ വ്യക്തമാണ്, ദൈവത്തെ സ്നേഹിക്കുക എന്നുള്ളത് കർത്താവ് തന്നെ നൽകിയിട്ടുള്ള കൽപ്പനയാണ്, അങ്ങോട്ടുള്ള സ്നേഹം. എന്നാൽ ദൈവം ഇങ്ങോട്ട് സ്നേഹിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ഒരുപക്ഷെ നമ്മുടെ മുൻപിലുള്ള
ചോദ്യം. അപ്പോൾ എനിക്കിങ്ങനെ തോന്നുമായിരുന്നു, ഞാൻ ദൈവത്തെ അറിയുന്നുണ്ട്, ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നുണ്ട് എന്ന് എനിക്ക് പറയാൻ പറ്റുമ്പോൾ ദൈവം എന്നെ അറിയുന്നുണ്ടോ, ദൈവം എന്നെ സ്നേഹിക്കുന്നുണ്ടോ? ശരിക്കും പറഞ്ഞാൽ ഒരു മനുഷ്യന് കിട്ടാവുന്ന ഏറ്റവും വലിയ ആശ്വാസമാണ് ദൈവം എന്നെ സ്നേഹിക്കുന്നു, ദൈവം എന്നെ അറിയുന്നു, ദൈവത്തിന് എന്നെ പറ്റി ഒരു പദ്ധതിയുണ്ട്. അപ്പൊ ഇതിനുള്ള ഉത്തരങ്ങളാണ് പ്രവാചകന്മാർ നൽകിയിരിക്കുന്നത്. നീ നിന്റെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ നിന്നെ അറിഞ്ഞ് സ്നേഹിച്ച് വിളിച്ച ദൈവം. അപ്പോൾ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ നിന്നെ വിളിച്ചു എന്ന് പറഞ്ഞാൽ ഈ കാലഘട്ടത്തിൽ 21-ാം നൂറ്റാണ്ടിൽ ഈ പ്രോഗ്രാമിൽ നമ്മളിങ്ങനെ സംബന്ധിക്കണം എന്നുള്ളതിനെ പറ്റിയുള്ള പോലും വ്യക്തിപരമായി ഞാൻ ഇതിൽ സംബന്ധിക്കണം എന്നുള്ളതിനെ പറ്റി പോലും വ്യക്തിപരമായി അറിയുന്ന, അത് അത്രമാത്രം എന്നെ സ്നേഹിക്കുന്ന ഒരു ദൈവം. അതാണ് ആദ്യത്തെ ഒരു ചിന്തയായിട്ട്. പിന്നെ വീണ്ടും നമ്മൾ ഓർമ്മപ്പെടുത്തുന്നുണ്ടല്ലോ, എൻ്റെ കരങ്ങളിൽ നിന്റെ പേര് ആലേഖനം ചെയ്തിരിക്കുന്നു. അപ്പോൾ നമ്മുടെ പേര് പോലും കരങ്ങളിൽ എഴുതി എല്ലാ സമയവും കാണുന്ന സ്ഥലമാണല്ലോ കരം. അതിൽ പോലും എഴുതി വെച്ചിരിക്കുന്ന ദൈവം എന്ന് വെച്ചാൽ നമ്മെ മറക്കാത്ത ദൈവം എന്നുള്ള ആ ഒരു തിരിച്ചറിവ്. അപ്പോൾ ദൈവസ്നേഹത്തെ പറ്റിയുള്ള നമ്മുടെ വിശുദ്ധ ഗ്രന്ഥ പഠന ചിന്തകൾ എല്ലാം ഇങ്ങനെയാണ്. God never forgets you. God never stop loving you. ദൈവം നിന്നെ ഒരിക്കലും സ്നേഹിക്കുന്നത് നിർത്തുന്നില്ല, നിന്നെ ഒരിക്കലും മറക്കുന്നില്ല. അപ്പോൾ ഈ ഒരു ബോധ്യവും അനുഭവവും നമുക്ക് എല്ലാ ദിവസവും ഉണ്ടാകണം. ഒരു നിമിഷം പോലും അത് മറന്നു കളയാൻ പാടില്ല എന്നുള്ളതാണ് ആദ്യത്തെ ചിന്തയായിട്ട് തോന്നിയത്. രണ്ടാമത്തെ ചിന്തയായിട്ട്, ദൈവത്തിന് ഏതെങ്കിലും സമയത്ത് നമ്മളോട് സ്നേഹിക്കൽ നിർത്തിയിട്ട് നമ്മെ വെറുക്കാൻ സാധിക്കുമോ എന്നുള്ളതാണ്. കാരണം മനുഷ്യനെ വളരും തോറും പാപം ചെയ്യുന്നത് വഴിയായിട്ട് ദൈവബന്ധത്തിൽ നിന്ന് മനുഷ്യൻ അകലുന്നു. അപ്പൊ മനുഷ്യൻ ദൈവസ്നേഹത്തിൽ നിന്ന് അകലുമ്പോൾ ദൈവം അതുപോലെ തന്നെ നമ്മളെ വെറുക്കുകയും നമ്മളിൽ നിന്ന് അകലുകയും ചെയ്യുന്നുണ്ടോ എന്നൊരു ചോദ്യം. അതിനോട് നിങ്ങളുടെ അഭിപ്രായം ചോദിച്ചാൽ നിങ്ങൾക്ക് വ്യത്യസ്തമായ അഭിപ്രായം ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, നമുക്ക് തരുന്ന വേദനകൾ, നമ്മുടെ ജീവിതത്തിലെ സഹനങ്ങൾ, ഒരുപക്ഷെ നമുക്ക് നൽകുന്ന ശിക്ഷകൾ, ഇതെല്ലാം ദൈവസ്നേഹത്തിന്റെ പ്രകടനമാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുക. നമ്മളെ രക്ഷിക്കാൻ വേണ്ടി, നമ്മളെ നേർവഴിക്ക് ആക്കാൻ വേണ്ടി, നമ്മളെ ട്രാക്ക് തെറ്റാതിരിക്കാൻ വേണ്ടി, നമ്മൾ അഥവാ തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി നമ്മുടെ പുറകെ നടന്ന് നമുക്ക് കരുതലായി, ചിലപ്പോൾ ശിക്ഷയായി, ചിലപ്പോൾ ഓർമ്മപ്പെടുത്തലായി നമ്മുടെ കൂടെ നടക്കുന്ന നമ്മെ സ്നേഹിക്കുന്ന ദൈവം. അങ്ങനെ ചിന്തിക്കുമ്പോൾ ചെറിയ സഹനങ്ങളാണെങ്കിലും ചെറിയ ശിക്ഷകളാണെങ്കിലും അത് സ്നേഹത്തിന്റെ ഭാഗമാണെന്ന് നമ്മൾ തിരിച്ചറിയേണ്ടി വരും. ഇപ്പോ ഒരു ചെറിയൊരു ഉദാഹരണം പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. മാതാപിതാക്കള് മക്കളെ തിരുത്തുന്നു, മക്കളെ ശാസിക്കുന്നു, ചിലപ്പോൾ മക്കളെ ശിക്ഷിക്കുന്നു. തിരുത്തുന്നു, ശാസിക്കുന്നു, ശിക്ഷിക്കുന്നു. മാതാപിതാക്കള് അയൽപ്പക്കത്തെ കുട്ടികളോട് ഇങ്ങനെ ചെയ്യുമോ? സ്വന്തം അയൽപ്പക്കാരന്റെ വീട്ടിലെ കുട്ടികളെ ഈ വീട്ടിലെ മാതാപിതാക്കൾ ശാസിക്കുകയോ തിരുത്തുകയോ ശിക്ഷിക്കുകയോ ചെയ്യില്ല. സ്വന്തം മക്കളോടാണ്. അത് സ്നേഹത്തിന്റെ ഒരു പ്രകടനമാകാനേ സാധ്യതയുള്ളൂ. കാരണം മാതാപിതാക്കൾക്ക് ഭയങ്കരമായ സ്നേഹം കൂടുമ്പോൾ അവർക്ക് മക്കൾ ഒരു തെറ്റുപോലും ചെയ്യുന്നത് സഹിക്കാൻ പറ്റിയില്ല. ഒരു തെറ്റുപോലും ചെയ്ത് ഒരു എന്താ പറയുന്നത്, ദൈവത്തിൽ നിന്ന് അകലുന്നതും മനുഷ്യനോട് തെറ്റ് ചെയ്യുന്നതും അവർക്ക് സഹിക്കാൻ പറ്റിയില്ല. അതുകൊണ്ടാണ് അതിന്റെ വേദനയും സങ്കടവുമാണ് ചിലപ്പോൾ അത് ദേഷ്യമായിട്ടൊക്കെ മാറുന്നത്. അപ്പം മാതാപിതാക്കൾ വെറുക്കുന്നതോ മാതാപിതാക്കൾ ശിക്ഷിക്കുന്നതോ ഒന്നും ഒരു സ്നേഹക്കുറവായിട്ട് അല്ല നമ്മൾ മനസ്സിലാക്കുക, മറിച്ച് സ്നേഹം കൂടുതലായിട്ടാണ് മനസ്സിലാക്കുക. ഇതേ കാര്യം തന്നെയാണ് ദൈവത്തിന്റെ ഭാഗത്തു നിന്ന് വിശ്വസിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അല്ലെങ്കിൽ അതാണ് നമ്മുടെ ബൈബിളിലെ കാര്യങ്ങളെല്ലാം നമ്മൾ വ്യക്തമായിട്ട് കാണുന്നത്. അങ്ങനെ നമ്മൾ മനസ്സിലാക്കുമ്പം ദൈവം സ്നേഹമാണെന്നും ദൈവത്തിന്റെ സ്നേഹത്തിന്റെ അനുഭവം കിട്ടിയവർ അവര് എപ്പോഴും അത് സന്തോഷത്തിന്റെ അനുഭവങ്ങളായിരിക്കില്ല എന്നും, അത് ചിലപ്പോൾ ശാസനയായിരിക്കാം, ചിലപ്പോൾ അത് നമ്മളോടുള്ള കൂടുതലുള്ള സ്നേഹത്തെ പ്രതി ശിക്ഷകളാകാം. അതെല്ലാം അവസാനം സ്നേഹമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കാലങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ പുറകോട്ട് പിന്തിരിഞ്ഞ് നോക്കുമ്പോൾ ജീവിതത്തിലുണ്ടായതൊക്കെ ദൈവത്തിന്റെ സ്നേഹമായിരുന്നു തിരിച്ചറിയാൻ നമുക്ക് സാധിക്കും എന്നുള്ളതാണ് നമ്മുടെ വിശ്വാസം. അതാണ് വിശുദ്ധ ഗ്രന്ഥം നമ്മെ പഠിപ്പിക്കുന്നത്. ആ ഒരു സ്നേഹത്തിൽ നമുക്ക് മുന്നോട്ട് പോകാൻ ആകട്ടെ എന്നാണ്
സ്നേഹപൂർവ്വമായിട്ടുള്ള എൻ്റെ ആശംസ. ഞാനൊരു യാത്രയ്ക്ക് ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് രാത്രി നാളെ പുലർക്കാലത്ത് യാത്ര പോവാണ്. പ്രത്യേകിച്ച് 15 ദിവസത്തെ ഒരു യാത്രയുണ്ട്. അപ്പം യാത്രയെല്ലാം മനോഹരമാകാൻ നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ നമുക്ക് ഒരു ട്രെയിനിങ് പ്രോഗ്രാം ഒക്കെ നടത്തി. നമ്മുടെ ആലീസ് ഊട്ടി ചേച്ചിയും അതുപോലെ ടോമിച്ചനൊക്കെ അതിലെ ക്ലാസ്സുകളൊക്കെ എടുത്തു. എല്ലാവർക്കും വളരെ ഇഷ്ടമായി, സന്തോഷമായി. ഒരു മിഷണറി ട്രെയിനിങ് പ്രോഗ്രാം ആയിരുന്നു നമ്മൾ ഡിവൈനിൽ വെച്ച് നടത്തിയത്. എന്തായിരുന്നാലും നമ്മുടെ എല്ലാ പരിശ്രമങ്ങളിലും തമ്പുരാൻ കൂടെ ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നല്ല പഠനങ്ങൾ, അതിൻ്റെ നല്ല സമയങ്ങൾ ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ്. നമുക്ക് കൺക്ലൂഡിങ് പ്രാർത്ഥന ചൊല്ലാം. അങ്ങനെയല്ലേ ഉദ്ദേശിച്ചിരിക്കുന്നത്? അതെ അച്ഛാ, അങ്ങനെയാ. കാരുണ്യവാനായ കർത്താവേ, അവിടുന്ന് ഞങ്ങളെ സ്നേഹിക്കുന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങൾ എത്രമാത്രം നിന്നെ സ്നേഹിക്കുന്നുണ്ട്. പക്ഷേ പലപ്പോഴും ഞങ്ങൾ വിചാരിക്കുന്നു ഞങ്ങളുടെ സ്നേഹമാണ് വലുതെന്ന്. ഞങ്ങൾ തിരിച്ചറിയാണ് കർത്താവേ, നിന്റെ സ്നേഹമാണ് ഏറ്റവും വലുത്. ഞങ്ങളോടുള്ള നിന്റെ സ്നേഹം അത് ഏറ്റവും നല്ല സന്തോഷത്തിന്റെ അനുഭവമായി ഞങ്ങളൊക്കെ ജീവിതത്തിൽ അനുഭവിച്ചിട്ടുള്ളവരാണ്. ചിലപ്പോഴൊക്കെ അത് സഹനവും വേദനയും, ചിലപ്പോഴൊക്കെ അത് ശിക്ഷകളുമൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടാകാം. അതും സ്നേഹമാണെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. ഈ സമയത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്, നിന്റെ സ്നേഹം കൂടുതൽ കൂടുതൽ തിരിച്ചറിയാൻ, മനസ്സിലാക്കാൻ, അതിൽ ഓരോ ദിവസവും ആഴ്ന്നിറങ്ങാൻ, അതിനെ കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. ഒരിക്കലും പ്രത്യാശയില്ലാതെയോ നിരാശയോടുകൂടെയോ ജീവിക്കാൻ ഞങ്ങളെ അനുവദിക്കരുതേ. ഒരിക്കലും ദൈവം സ്നേഹിക്കുന്നില്ല എന്ന് തോന്നി ദൈവത്തിൽ നിന്ന് അകന്നു പോകാൻ ഞങ്ങളെ അനുവദിക്കരുതേ. കർത്താവെ, അവിടുന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു, അവിടുത്തെ ഞങ്ങൾ ഏറ്റുപറയുന്നു. ഈ കൂട്ടായ്മ അനുഗ്രഹിക്കണമേ. മിസ്സിയോ എക്ലേസിയ വഴിയായിട്ട് സഭാ സമൂഹത്തിൽ ഉണ്ടാകുന്ന എല്ലാ നന്മകളെയും കുറിച്ച് ഓർത്ത് നന്ദി പറയുമ്പോൾ ഇന്നത്തെ സെഷനിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവര് നല്ല മിഷണറിമാരാകാൻ ആവശ്യമായിട്ടുള്ള കൃപകളും അനുഗ്രഹങ്ങളും അവർക്ക് നൽകണമേ. ഓരോരുത്തരെയും അവരുടെ ജീവിത സാഹചര്യങ്ങളെയും അനുഗ്രഹിക്കണമേ. ഓരോരുത്തർക്കും ആവശ്യമായിട്ടുള്ള കൃപകൾ അവിടെ നൽകണമേ. പഠിക്കാനുള്ള കഴിവ്, അതുപോലെ ബുദ്ധിശക്തി, ഓർമ്മശക്തി, അതുപോലെ തന്നെ വിഷയങ്ങളോടുള്ള താല്പര്യം, ഇതെല്ലാം പഠിച്ചു കഴിഞ്ഞാൽ സുവിശേഷവൽക്കരണത്തിന് വേണ്ടി ചെയ്യാവുന്നതൊക്കെ ചെയ്യാനുള്ള ആത്മാർത്ഥമായിട്ടുള്ള ശ്രമം കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കണമേ. പരിശുദ്ധാത്മാവായ ദൈവമേ, മനസ്സിനെ ശക്തിപ്പെടുത്തണമേ, ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. ഞങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളിൽ, ഞങ്ങൾ ആഗ്രഹിക്കുന്ന, ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കാര്യങ്ങളിലൊക്കെ അതിൻ്റെ പൂർണ്ണതയിലും നന്മയിലും മുന്നോട്ട് പോകുവാൻ ആവശ്യമായ കൃപാവരങ്ങൾ ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പൊന്നുതമ്പുരാനെ, അവിടുത്തെ പൊൻകരം ഞങ്ങളുടെ മേൽ നിഴലിപ്പിക്കണമേ. കണ്ണിലുണ്ണി പോലെ ഞങ്ങളെ കാക്കണമേ. അവിടുത്തെ ഉള്ളംകൈ ഞങ്ങളെ താങ്ങണമേ. അവിടുത്തെ ആശീർവാദവും അനുഗ്രഹവും ഈ സായാഹ്നത്തില് ഞങ്ങൾ യാചിക്കുന്നു. നല്ല ഉറക്കം നൽകി, നല്ല പഠനം നൽകി, നല്ല പ്രത്യാശ നൽകി ഞങ്ങളെ ഓരോരുത്തരെയും നയിക്കുവാൻ നിന്റെ വലതുകരത്തിന്റെ കരുത്തിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു. ഞങ്ങളെ ആശീർവദിക്കണമേ, അനുഗ്രഹിക്കണമേ. പരിശുദ്ധമേ, യോസേപ്പ് പിതാവേ, സകല വിശുദ്ധരെ, കാവൽ മാലാഖയെ, വിശ്വാസം ഞങ്ങളുടെ പിതാവായ തോമാസ് ശ്ലീഹായെ, ഞങ്ങളുടെ പേരിന് കാരണഭൂതരായിരിക്കുന്ന വിശുദ്ധരെ, വാഴ്ത്തപ്പെട്ടവരെ, ഞങ്ങളുടെ സഭയിലെ വിശുദ്ധരെ, വാഴ്ത്തപ്പെട്ടവരെ, നിന്റെ മുമ്പിൽ തമ്പുരാന്റെ മുമ്പിൽ ഞങ്ങൾക്ക് വേണ്ടി നിങ്ങൾ മാധ്യസ്ഥം വഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് ആശീർവാദം സ്വീകരിക്കാം. തമ്പുരാനമ്മയെ അനുഗ്രഹിക്കുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. എല്ലാവർക്കും മംഗളങ്ങൾ, ദൈവാനുഗ്രഹങ്ങൾ. ക്ലോസിംഗ് മെസ്സേജും ബ്ലെസ്സിങ്സും ഞങ്ങൾക്ക് തന്ന ഫ്രാൻസിസ് അച്ഛന് ഒത്തിരി സ്നേഹത്തോടെ നന്ദി അറിയിക്കുകയാണ്. അച്ഛന് ബിസി ഷെഡ്യൂളിലും ഞങ്ങളുടെ ഒപ്പം ആയിരിക്കാൻ അച്ഛൻ മനസ്സ് കാണിച്ചു. അച്ഛ ഒത്തിരി ഒത്തിരി നന്ദി. അതോടൊപ്പം തന്നെ അച്ഛന്റെ യാത്രയ്ക്കും ഞങ്ങൾ എല്ലാ പ്രാർത്ഥനകളും നേരുന്നു. ഇന്നത്തെ ഈ സെഷൻ മനോഹരമായി തീർന്നതിൽ നമുക്ക് ദൈവത്തിന് നന്ദി അർപ്പിക്കാം. സമാപന ഗാനത്തിനായി ബിന്ദു ആന്റിയുടെ ഒപ്പം നമുക്കും ചേരാം. ബിന്ദു ചേച്ചി. ദൈവം ചെയ്ത നന്മകൾക്കെല്ലാം നന്ദി പറഞ്ഞിടുവാൻ നാളിതു പോരാ, നാളിതു പോരാ, ആയുസ്സും ഇത് പോരാ. ദൈവം ചെയ്ത നന്മകൾക്കെല്ലാം നന്ദി പറഞ്ഞിടുവാൻ നാളിതു പോരാ,
നാളിതു പോരാ, ആയുസും ഇത് പോരാ. ജീവിത പാതയിൽ കാലുകളേറെ കുഴഞ്ഞു വീഴാതെ, ജീവിത പാതയിൽ കാലുകളേറെ കുഴഞ്ഞു വീഴാതെ, താങ്ങി നടത്തിയതോർക്കുമ്പോഴൻ കണ്ണുകൾ നിറയുന്നേ, താങ്ങി നടത്തിയതോർക്കുമ്പോഴൻ കണ്ണുകൾ നിറയുന്നേ. ദൈവം ചെയ്ത നന്മകൾക്കെല്ലാം നന്ദി പറഞ്ഞിടുവാൻ നാവിതു പോരാ, നാളിതു പോരാ, ആയുസും ഇത് പോരാ. പാപിയം എന്നെ നേടുവതേശു കാൽവരിയിൽ തന്നെ, പാപിയം എന്നെ നേടുവതേശു കാൽവരിയിൽ തന്നെ. ജീവൻ നൽകിയതോർക്കുമ്പോഴൻ കണ്ണുകൾ നിറയുന്നേ, ജീവൻ നൽകിയതോർക്കുമ്പോഴൻ കണ്ണുകൾ നിറയുന്നേ. ദൈവം ചെയ്ത നന്മകൾക്കെല്ലാം നന്ദി പറഞ്ഞിടുവാൻ നാവിതു പോരാ, നാളിതു പോരാ, ആയുസും ഇത് പോരാ.